മൊത്തത്തിൽ മാർക്സിസം എന്നുള്ളത് ലോകത്ത് ആ രീതിയിൽ വല്ലാതെ ആഘോഷിക്കപ്പെടുന്ന അവസ്ഥയില്ല. അക്കാദമിക മണ്ഡലങ്ങളിലുമില്ല, അക്കാദമികേതര മണ്ഡലങ്ങളിലുമില്ല. ഇപ്പോൾ ഈ കേരളത്തിൽ തന്നെ ഈ അമേരിക്കയിൽ നിന്നുള്ളൊരു നവ ചരിത്രകാരൻ മുമ്പ് വന്നപ്പോൾ സ്റ്റീഫൻ ഗ്രീൻബ്ലാറ്റ് എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന് അഭിമുഖം പ്രസിദ്ധീകരിച്ചു വന്നിരുന്നു, പിന്നെ അവിടെ ഇങ്ങനെ ക്ലാസ് റൂമിൽ പോലും മാസ്റ്റേഴ്സ് എന്ന് പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് മാസ്റ്റേഴ്സ് തന്നെ പറയുന്നത്, പക്ഷേ അത് ഈ ന്യൂ ഹിസ്റ്റോറിസം എന്നൊക്കെയുള്ള പുതിയ ഫ്രെയിമിലാണ് എന്ന് പറയണ്ടേ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വാസ്തവത്തിൽ ഈ സോവിയറ്റ് കൊളാപ്സോട് കൂടി വേൾഡ് വൈഡായിട്ട് വന്നിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അതേസമയം മാർക്സിസത്തിൻ്റെ സാധ്യതകൾ മുതലാളിത്തം നിലനിൽക്കുന്ന കാലത്തോളം നമുക്ക് നിഷേധിക്കാനും പറ്റില്ല. നിഷേധിക്കാൻ പറ്റില്ല എന്നല്ല, ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. കാരണം ഈ മുതലാളിത്തം കൂടുതൽ രൗദ്രഭാവത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. കോർപ്പറേറ്റുകളാണെങ്കിൽ അതിൻ്റെ എല്ലാ അതിരുകളും ലംഘിച്ചുകൊണ്ട് ഹിംസാത്മകമായി തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ് എല്ലാ മണ്ഡലങ്ങളിലും. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മാർക്സിൻ്റെ ഒരു തിരിച്ചുവരവ് പ്രവചിക്കാൻ ഇനിയൊരു പ്രവാചകൻ്റെ ആവശ്യമില്ല എന്ന് ഫ്രെഡറിക് ജെയിംസൺ നേരത്തെ തന്നെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അത്രയും അനിവാര്യമാണത്. പക്ഷേ അങ്ങനെ അനിവാര്യമെന്ന് പറയുമ്പോൾ പോലും എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംശയം, യഥാർത്ഥത്തിൽ ഈ മാർക്സിസം എന്നുള്ളത് അതിൻ്റെ ഒരു പ്രയോഗവും കൂടിയാണല്ലോ. അപ്പോൾ അതിനുള്ളൊരു കർത്തൃത്വ രൂപീകരണം ഇല്ലാത്ത കാലത്തോളം എങ്ങനെ അതിൻ്റെ പ്രയോഗമണ്ഡലം സാക്ഷാത്കരിക്കുന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ രംഗത്ത് കൂടുതൽ സജീവമായി ഇപ്പം പ്രവർത്തിക്കുന്ന ഒരു പുതിയ തലമുറയിലുള്ള ഒരാളെന്നുള്ളതിൽ ശ്രീകുമാറിൻ്റെ ഒരു നിരീക്ഷണം എന്താ? ഈ മാർക്സിസത്തിൻ്റെ ഇപ്പോൾ ആഘോഷിക്കപ്പെടുന്നില്ല എന്നുള്ളത് ഒരു വലിയ പരിധി വരെ ശരിയാണ്. കാരണം അത് ആഘോഷിക്കപ്പെട്ട ഒരു ലോക സാഹചര്യം നിലനിൽക്കുന്നില്ല. മാർക്സിസം പൊതുവെ ആഘോഷിക്കപ്പെട്ടിരുന്നു എന്ന് നമ്മൾ പറയുന്ന കാലത്തും അതിന് ആ ആഘോഷത്തിന് ചില സവിശേഷതകളുണ്ടായിരുന്നു. ഒന്ന്, റഷ്യൻ വിപ്ലവത്തിന് ശേഷമുണ്ടായ ലോക സാഹചര്യം, ലോകത്ത് വിപ്ലവങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് പൊതുവെ കരുതപ്പെട്ടിരുന്ന ഒരു സമയം. ആ സമയം ഏതാണ്ട് രണ്ടാം ലോക യുദ്ധത്തിൻ്റെ സമയത്തോടുകൂടി അവസാനിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ അവസാനിക്കുന്നത് വളരെ നിസ്സാരമായിട്ടല്ല. ആ രണ്ടാം ലോക യുദ്ധത്തിന് ശേഷമുള്ള സമയത്ത് ഇത് അവസാനിക്കുന്നത് കുറേ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ വിപ്ലവത്തിലൂടെ അല്ലെങ്കിലും സോവിയറ്റ് ചേരി എന്നുള്ള രീതിയിൽ പശ്ചിമ യൂറോപ്പിലും പിന്നെ കിഴക്കൻ യൂറോപ്പിലും കിഴക്കൻ യൂറോപ്പിൽ രൂപപ്പെട്ടുകൊണ്ടാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടാകുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ 1/3 കമ്മ്യൂണിസ്റ്റ് ആയിരിക്കുന്നു എന്ന ഒരു നരേറ്റീവിന് സാങ്കേതികമായിട്ട് അന്ന് പ്രസക്തി ഉണ്ടായിരുന്നു. പ്രസക്തി എന്നല്ല, അന്ന് ആ സാങ്കേതികമായിട്ട് അത് സ്വീകരിക്കപ്പെട്ടിരുന്നു. സാങ്കേതികമായി ശരിയാണ്. അവിടെ ശരിക്കും കമ്മ്യൂണിസമാണോ അതോ മാർക്സിസം നടപ്പിലാക്കുകയാണോ, ലെനിസം തന്നെ അത്തരത്തിലുള്ള ചിന്തകൾക്കുള്ള ഒരു സാധ്യത ഇല്ലെങ്കിൽ പോലും ഈ നരേറ്റീവ്, അതായത് ലോകത്തിൻ്റെ 1/3 ഇന്ന് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളാണ് എന്ന നരേറ്റീവ് വസ്തുനിഷ്ഠമായിരുന്നു, യാഥാർത്ഥ്യമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഭരിക്കുന്ന സ്ഥലങ്ങളായിരുന്നു അതെല്ലാം. അപ്പോൾ അത്തരത്തിൽ അന്നത്തെ ആഘോഷത്തിനൊരു അടിസ്ഥാനം ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ശീതയുദ്ധത്തിൻ്റെ കാലമായപ്പോഴത്തേക്കും ഇനി ഫർദർ എക്സ്പാൻഷൻ പോസിബിൾ അല്ല. ഉള്ള സ്ഥലത്ത് നിന്നുകൊണ്ട് എങ്ങനെയാണ് മൂന്നാം ലോക രാജ്യങ്ങളിൽ കമ്മ്യൂണിസത്തിൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ സാധിക്കുക എന്നുള്ള ഒരു ആഗോള കമ്മ്യൂണിസത്തിൻ്റെ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് മൂന്നാം ലോക രാജ്യങ്ങളിൽ കമ്മ്യൂണിസം ആഘോഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പ്രഭാത് ബുക്കോസിൻ്റെയൊക്കെ കൃതികൾ നൊസ്റ്റാൾജിയായിട്ടാണല്ലോ കേരളത്തിൽ കാണുന്നത്. അത് വരുന്നതിൻ്റെ ഒരു സാഹചര്യം ഈ ശീതയുദ്ധത്തിൻ്റെ സാഹചര്യവും സോവിയറ്റ് യൂണിയൻ അതിനുവേണ്ടി പണം മുടക്കുന്നതും അവരുടെ റിസോഴ്സസ് അതിനു വേണ്ടി ഉപയോഗിക്കുന്നതുമായിട്ടുള്ളൊരു സാഹചര്യമാണ്. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ തന്നെ പ്രഭാത് ബുക്കോസ് പ്രസിദ്ധീകരിക്കുന്നത് പോലെ ഈ അവിടുത്തെ ചിൽഡ്രൻസ് ലിറ്ററേച്ചറും അവിടുത്തെ ലിറ്ററേച്ചറും സാഹിത്യവും ഒക്കെ തന്നെ എല്ലാ ഭാഷകളിലും അക്കാലത്ത് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. മോസ്കോയിൽ അന്ന് എല്ലാ ഭാഷകളിൽ നിന്നും ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരെ ജോലിക്ക് നിയോഗിച്ചിട്ടുണ്ട് ഈ പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മാർക്സിൻ്റെ കൃതികൾ, എംഗൽസിൻ്റെ കൃതികൾ, ലെനിൻ്റെ കൃതികൾ തമിഴിലിറങ്ങി, തെലുങ്കിലിറങ്ങി, കന്നഡയിലിറങ്ങി, ഹിന്ദിയിലിറങ്ങി, ബംഗാളിയിലിറങ്ങി, മലയാളത്തിലിറങ്ങി. ഇത് കേരളത്തിൽ മാത്രം ഉണ്ടായ പ്രതിഭാസം. എല്ലാ ഭാഷകളിലും വന്ന് സോവിയറ്റ് യൂണിയൻ അത് ഇറക്കുന്നുണ്ട്. ഇതിനൊക്കെ വലിയ റിസോഴ്സസ് ചിലവായി. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ആഘോഷം എന്ന് വിചാരിച്ചിരുന്നതിൻ്റെ പിന്നിൽ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ കരുതലും നീക്കങ്ങളും സൈനികമായ മുന്നൊരുക്കങ്ങളും എല്ലാം ഉണ്ടായിരുന്നു.
പക്ഷെ അക്കാലത്ത് സംഭവിക്കാതെ പോയ ചിലത് ഈ സോവിയറ്റ് യൂണിയൻ്റെ പതനത്തിന് ശേഷം സംഭവിച്ചു. അപ്പോൾ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ആഘോഷത്തിനുള്ള അവസരം അത് ഉണ്ടാക്കി. അത് മാർസിൻ്റെ തന്നെ പ്രധാനപ്പെട്ട അവഗണിക്കപ്പെട്ടിരുന്ന ചില നോട്ട് ബുക്കുകളും കുറിപ്പുകളും ലേഖനങ്ങളും ഒക്കെ പുനരവലോകനം ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായി. അത് പല കാലഘട്ടങ്ങളിലായിട്ടാണ് ഉണ്ടായത്. ഉദാഹരണത്തിന് മഷ്കൻ അറിയാലോ, 30കളുടെ തുടക്കത്തിലാണ് എക്കണോമിക് ആൻഡ് ഫിലോസഫിക്കൽ മാനുസ്ക്രിപ്റ്റ് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ആ ഒരു ചെറിയ അദ്ദേഹത്തിൻ്റെ ആദ്യകാല രചന അത് പ്രസിദ്ധീകരിച്ചത് തന്നെ മാർക്സിസത്തിൻ്റെ ഉള്ളിൽ ചർച്ചയ്ക്ക് എത്ര വലിയ സ്കോപ്പാണ് ഉണ്ടാക്കിയതെന്നുള്ളത് നമുക്ക് മറക്കാൻ സാധിക്കില്ല. അതിനുശേഷം പിന്നെ ചൈനീസ് വിപ്ലവത്തിന് ശേഷം ഗുന്ദ്രിസ് പ്രസിദ്ധീകരിച്ചു. അതിനുശേഷമാണ് യഥാർത്ഥത്തിൽ ഈ ആന്ത്രോപോളജിക്കൽ നോട്ട്ബുക്സും മറ്റ് നോട്ട്ബുക്കുകളും ഒക്കെ പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അപ്പോൾ അത് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞപ്പോഴേക്കുമാണ് യഥാർത്ഥത്തിൽ മാർക്സിസത്തിന് വ്യത്യസ്തമായ ഒരു ചലനാത്മകതയുണ്ട്, ആന്തരികമായൊരു ചലനാത്മകതയുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി ബന്ധപ്പെട്ട് മാത്രമല്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു കർത്തൃത്വ രൂപീകരണം എന്ന് പറയുന്നത് ഇനിയും നടക്കേണ്ടതാണ്. അത് ഓൾറെഡി മാർക്സ് പറഞ്ഞതുപോലെ ഒരു തൊഴിലാളി വർഗത്തിൻ്റെ കർത്തൃത്വത്തിലേക്ക് മാത്രം നമുക്ക് ബന്ധിപ്പിച്ചിടാൻ പറ്റുന്നതല്ല. മറ്റുള്ള സാമൂഹ്യ അവസ്ഥയിലുള്ള എന്താ പറയുക, വർഗമെന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് ഒരു വിശാലമായ അർത്ഥത്തിൽ മുതലാളി വർഗമല്ലാത്ത സാമാന്യ ജനവിഭാഗങ്ങളുടെ വിവിധ തരത്തിലുള്ള ബഹുവിധമായിട്ടുള്ള ഉത്പാദന ഉപകരണങ്ങളുമായിട്ടും വ്യത്യസ്തമായ ബന്ധങ്ങളുള്ള ചെറുകിട കർഷകൻ, മറ്റ് കർഷകർ, മൾട്ടിറ്റ്യൂഡ് എന്നുള്ള അർത്ഥത്തിലേക്ക് പറയാൻ വന്നതാണ്. മൾട്ടിറ്റ്യൂഡിൻ്റെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ ഒരു അർത്ഥത്തിൽ ഒരു കർത്തൃത്വ രൂപീകരണത്തെക്കുറിച്ചും ചർച്ച ചെയ്യുമ്പോൾ ഈ മാർക്സിൻ്റെ പുതിയ കൃതികളിൽ നിന്ന്, അല്ലെങ്കിൽ പുതുതായി കണ്ടെത്തിയ കൃതികളിൽ നിന്നുള്ള ഇൻസൈറ്റ്സ് കൂടി പ്രധാനമാണ് എന്ന ഒരു ചിന്തയിലാണ് നമ്മൾ മാഷ് നേരത്തെ സൂചിപ്പിച്ച പുതിയ ഒരാഘോഷത്തിൻ്റെ സാഹചര്യം ഉണ്ടാവുന്നത്. അത് ഈ ശീതയുദ്ധത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ, ശീതയുദ്ധത്തിൻ്റെ കാലത്ത് കമ്മ്യൂണിസത്തിനുണ്ടായിരുന്നൊരു ആഗോള അച്ചടക്കമുണ്ട്. ആ ആഗോള അച്ചടക്കം കൂടി ഈ സോവിയറ്റ് യൂണിയൻ്റെ പതനത്തോടെ ഇല്ലാതാകുന്നുണ്ട്. ആ അച്ചടക്കരാഹിത്യത്തിൽ നിന്നാണ് ഈ പുതിയ ചിന്തകൾ ഉണ്ടായിട്ടുള്ളത്. അതേസമയം നമ്മളിപ്പോൾ ഈ ശ്രീമാർ ഇപ്പോൾ പറഞ്ഞ പോലെ സോവിയറ്റ് യൂണിയനും അതിൻ്റെ ഒരു സാന്നിധ്യവും ഇടപെടലും രാഷ്ട്രീയ ഇച്ഛാശക്തിയും ഒക്കെയാണല്ലോ ക്യൂബൻ വിപ്ലവം ഉൾപ്പെടെ ഒരുപാട് സംഭവങ്ങൾക്ക് ലോകത്ത് പ്രചോദനവും അതിൻ്റെ ഊർജവും നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ കൊളാപ്സും ഇതേ രീതിയിൽ ആളുകളിൽ വലിയൊരു പ്രതികരണം ഉണ്ടാക്കുന്നുണ്ടല്ലോ. കാരണം ഈ വളരെ ദീർഘകാലം സോഷ്യലിസ്റ്റ് വ്യവസ്ഥ എന്ന സമ്പൂർണ്ണ അർത്ഥത്തിലല്ലെങ്കിലും ഈ സ്വകാര്യ മൂലധനം ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണല്ലോ സോവിയറ്റ് യൂണിയനിൽ. അപ്പോൾ ഈ മൂലധനം ഈ സ്വകാര്യ മണ്ഡലത്തിൽ നിലനിർത്താത്തത് കൊണ്ട് മാത്രം ഈ സാമൂഹികമായിട്ടുള്ളൊരു മുന്നേറ്റം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാധ്യമാണോ എന്നുള്ള ചോദ്യം എറിക് ഫോമൊക്കെ നേരത്തെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചോദ്യം ഇപ്പോഴും കൂടുതൽ പ്രസക്തമാവില്ലേ? പ്രത്യേകിച്ച് ചൈനയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു അത്ഭുതമാണ് ലോകത്ത്. പോയി അവിടുത്തെ അന്തരീക്ഷവും മറ്റ് സംഭവങ്ങളും ഡെവലപ്മെൻറ്റും ഒക്കെ കണ്ടു. അതേസമയത്ത് ഈ നമ്മൾ മാർക്സിസത്തിൻ്റെ ഒരു ആത്യന്തിക ലക്ഷ്യം എന്നുള്ളത് ഒരു ജനാധിപത്യപരമായ വളരെ വിസ്തൃതമായ ഒരു മാനവികതയുടെ ഒരു ലോകമാണല്ലോ. ആ അർത്ഥത്തിൽ ഒരു ക്ലോസ്ഡ് സൊസൈറ്റി എന്നുള്ളത് അതുമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെടില്ല. അപ്പോൾ അത് ഏത് രീതിയിലാണ് ഈ നമ്മുടെ അത് വിഭാവനം ചെയ്യാതെ, അല്ലെങ്കിൽ അത് നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ ഇനി ലോകത്ത് ആ രീതിയിലൊരു ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാണോ എന്നുള്ളൊരു ചോദ്യം എന്നെ വ്യക്തി എന്നുള്ളതിൽ ഈ മണ്ഡലത്തിൽ നേരത്തെ മുതൽ ഇപ്പം ഞാനിപ്പം ഈ ഒരു വ്യക്തിപരമായ ഉദാഹരണം പറഞ്ഞാൽ PhD ചെയ്യുന്ന സമയത്ത് പിന്നെ ഈ ഇവിടെ ഈ കാലിക്കറ്റിലൊക്കെ പ്രിലിമിനറി ഉണ്ട്, MPhil ഇല്ലാത്ത ആൾ. അപ്പോൾ ഈ പ്രിലിമിനറി വൈവൊക്കെ വന്ന് ഗോവയിലൊരു പ്രൊഫസറാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഈ സോവിയറ്റ് യൂണിയനൊക്കെ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറച്ച്, അപ്പോൾ പൊളിഞ്ഞു കഴിഞ്ഞിട്ടില്ല, ഓൾറെഡി തകരും, അപ്പോൾ എന്തിനാണ് ഇതിൽ ചെയ്യുന്നതാണ്. അത് മാർക്സിസം എന്നുള്ളത് തിയററ്റിക്കലി ഞാൻ ക്രിയേറ്റിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട, എന്നിട്ട് പോലും അദ്ദേഹം അപ്പം പൊതുവേ ഒരു പബ്ലിക്കിൻ്റെ ഒരു നെറേറ്റീവ് അതാണല്ലോ. ഇത് പ്രായോഗികമായിട്ട് അതിനൊരു ക്ഷമത ഇല്ലെങ്കിൽ പിന്നെ എന്തിനെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ചോദ്യം പൊതുവേ പബ്ലിക് മൂഡ് നിർണ്ണയിക്കുന്നതിൽ പ്രധാനമാണല്ലോ. അപ്പോൾ അതിനെ ഏത് രീതിയിൽ നമ്മൾ ഇപ്പം ഇതിൻ്റെ ഈ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ തീർച്ചയായും മുതലാളിത്തത്തിൻ്റെ ബദൽ സോഷ്യലിസം തന്നെയാണ്. പക്ഷേ സോഷ്യലിസത്തിൽ എപ്പോഴും
ഏത് രീതിയിൽ അതിനെ ഡെമോക്രാറ്റൈസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് ഡെമോക്രസി എന്നുള്ള തത്വം ഏത് രീതിയിലേക്ക് പുതിയ ഡെമോക്രാറ്റിക് രീതിയിലേക്ക് പരിവർത്തിപ്പിക്കാൻ പറ്റും. ഇത്തരം ചോദ്യമൊന്നും ലോകത്തിലുള്ള മാർക്സിസ്റ്റ് അക്കാഡമീഷ്യൻസും അഡ്രസ്സ് ചെയ്യുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. ചിലപ്പം വരുന്നുണ്ടാവുമല്ലോ, നമ്മൾ കണ്ടോളുന്നില്ലല്ലോ. അപ്പം അതങ്ങനെ വല്ലതും ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ രീതിയിൽ വല്ല വർക്കും വരുന്നുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇത്തരം കാര്യങ്ങളും അല്ലാതെ സംബോധന ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല ചെയ്തതായിട്ട്. അത് യഥാർത്ഥത്തിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു ഡിസ്കോഴ്സ് ഉണ്ടാവുന്നുണ്ട്. അതിനുള്ള കാരണമെന്ന് പറയുന്നത് ഈ മാർക്സിൻ്റെ അവഗണിക്കപ്പെട്ട് കിടന്നിരുന്ന കൃതികളും രചനകളും ഉണ്ടല്ലോ, അതിൽ ഉത്തരം ഉണ്ടായിരുന്നത് ഇതിനകം ലോക വേദിയിൽ മാർക്സുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരുന്ന ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കൂടിയായിരുന്നു. എല്ലാ കാലത്തേക്കുള്ള ഉത്തരങ്ങൾ എന്നുള്ള രീതിയിലല്ല. ഉദാഹരണത്തിന് ഈ സോവിയറ്റ് യൂണിയൻ്റെ നേരത്തെ മാഷ് പറഞ്ഞ പോലെ ആ സോഷ്യലിസത്തിന് പല പരിമിതികളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ചൈനയുടെ ഒരു മുതലാളിത്ത വികാസം എന്ന് പറയുന്നതിനകത്ത് കമ്മ്യൂണിസം എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള സൈദ്ധാന്തിക പ്രായോഗിക ചോദ്യങ്ങളുണ്ട്. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് മാർക്സിനെ ആളുകൾ മനസ്സിലാക്കിയിരുന്നത് പ്രധാനമായും ഈ സോവിയറ്റ് നരേറ്റീവിൻ്റെ ഉള്ളിലായിരുന്നു. അപ്പോൾ ഒരു സോവിയറ്റ് യൂണിയൻ പ്രധാനമായും മുതലാളിത്ത രാജ്യങ്ങളുമായിട്ട് മൂലധനം സോഷ്യലിസം വന്നിട്ടുണ്ടെങ്കിൽ ഉൽപ്പാദന ശക്തികൾ മുതലാളിത്തത്തിനേക്കാൾ കൂടുതൽ വികസിക്കും എന്ന ആ ഒരു നരേറ്റീവിനെ സ്ഥാപിക്കാനുള്ള എക്സ്പെരിമെൻ്റായിട്ടാണ് യഥാർത്ഥത്തിൽ സോവിയറ്റ് യൂണിയൻ തന്നെ മനസ്സിലാക്കിയതും സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ മനസ്സിലാക്കിയതും അങ്ങനെയാണ് ലോകം മനസ്സിലാക്കേണ്ടതെന്ന് സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിചാരിച്ചിരുന്നത്. അതായത് സോഷ്യലിസം ഉൽപ്പാദന ശക്തി എന്നുള്ള രീതിയിൽ മുതലാളിത്തത്തെക്കാൾ മെച്ചപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് കൂടുതൽ ഉൽപ്പാദന ശേഷി ഉണ്ടായിരിക്കും, കൂടുതൽ റിസോഴ്സസ് ഉൽപ്പാദിപ്പിക്കപ്പെടും, കൂടുതൽ വെൽത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടും, സ്റ്റേറ്റിൻ്റെ കീഴിലായിരിക്കുമെന്നേ ഉള്ളൂ. പക്ഷേ മുതലാളിത്തത്തെക്കാൾ മെച്ചപ്പെട്ട എന്ന് പറയുന്നത് ജീവിത നിലവാരമാണ്. ജീവിത നിലവാരം മുതലാളിത്തത്തിനേക്കാൾ മെച്ചപ്പെട്ടതായിരിക്കും സോഷ്യലിസത്തിൽ എന്നുള്ള ആ ഒരു ലീനിയർ നരേറ്റീവ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനുള്ള ഏറ്റവും നല്ല എക്സാമ്പിൾ എന്നുള്ള രീതിയിലാണ്, ഉദാഹരണം എന്നുള്ള രീതിയിലാണ് സോവിയറ്റ് യൂണിയനെ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ലോകത്തിൽ ആഗോളതലത്തിൽ മാർക്സിസ്റ്റുകൾക്ക് ചോദിക്കാൻ പറ്റാതിരുന്ന ചില ചോദ്യങ്ങളുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ആ കാലഘട്ടത്തിലാണ് പ്രധാനമായും മാർക്സത്തിന് പുറത്ത് മാർക്സ് ഉത്തരം പറയേണ്ട ധാരാളം പ്രശ്നങ്ങളുണ്ടായത്. ഒന്ന് നേരത്തെ മാർക്സ് സൂചിപ്പിച്ച പോലെ തന്നെ ജനാധിപത്യം എന്താണ് എന്നുള്ളത്, അതുപോലെ തന്നെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാടെടുക്കണം എന്നുള്ളത്, ജെൻഡർ ക്വസ്റ്റ്യനിൽ എന്ത് നിലപാടെടുക്കണം എന്നുള്ളത്, ഇങ്ങനെയുള്ളതൊന്നും ഒരർത്ഥത്തിൽ തുടക്കത്തിൽ ഒരു വലിയൊരു കൺസേൺ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടേതായിരുന്നില്ല. പക്ഷേ അതിന് പുറത്ത് സാമൂഹിക പ്രസ്ഥാനങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ ധാരാളമായിട്ട് ഉന്നയിക്കുകയും അവരുടെ പ്രധാന വിമർശനം എന്തായിരുന്നു? മാർക്സിസത്തിനോ ഞങ്ങളെ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് മറുപടിയില്ല, അതുകൊണ്ട് തന്നെ ഇത് കാലഹരണപ്പെട്ടിരിക്കുന്നു, ഇതിന് പ്രസക്തിയില്ല. ഇതായിരുന്നു പ്രധാനമായും ഉയർന്നു വന്ന അത് പ്രസക്തമാണ്. കാരണം വെച്ചാൽ അന്ന് യഥാർത്ഥത്തിൽ മാർക്സ് എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി ഒരു ധാരണയില്ല. ഈ കൃതികളൊന്നും വെളിച്ചം കണ്ടിട്ടില്ല, വെളിച്ചം കണ്ട കൃതികൾ തന്നെയും വായിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഈ മൂലധനം എഴുതിയതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ കൃതികൾ പ്രധാനമായിട്ടും അദ്ദേഹം ആ കാലഘട്ടം ഉപയോഗിച്ചത് മൂലധനത്തിനെ ഡിഫെൻഡ് ചെയ്യാനാണ്. സ്വാഭാവികമാണ്, നമ്മളൊരു പുസ്തകം എഴുതി അതിനെതിരെ വിമർശനം വന്നാൽ അതിനെ പ്രതിരോധിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. മൂലധനം പോലൊരു കൃതി വലിയ വിമർശനങ്ങളാണ് വിളിച്ചു വരുത്തിയത്. അദ്ദേഹം പ്ലേജറിസ്റ്റ് ആണെന്ന് തൊട്ട് ഇത് നിലവാരമില്ലാത്ത രാഷ്ട്രീയ സമ്പദ്ശാസ്ത്രമാണെന്ന് വരെയുള്ള, വെറും രാഷ്ട്രീയ സമ്പദ്ശാസ്ത്രമാണെന്ന് വരെയുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉണ്ടായത്. അപ്പോൾ അതിനൊക്കെ കാര്യകാരണ സഹിതം മറുപടി പറയേണ്ട ഒരു ബാധ്യത ആ ഡെക്കേഡിൽ അദ്ദേഹത്തിനുണ്ട്. ഈ 65-75 ഡെക്കേഡിലുണ്ട്. 81 മരിച്ചുപോയി എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഈ 83 മരിച്ചുപോയി എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഈ ഒരു ഡെക്കേഡിൽ പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു എന്താണ് കൺസേൺ എന്ന് പറയുന്നത് ഇതിന് മറുപടി പറയലാണ്. പക്ഷേ ആ സമയത്ത് തന്നെയാണ് വളരെ വ്യത്യസ്തമായ രീതിയിൽ ഈ ഈ നാച്ചുറൽ സയൻസിനെ കുറിച്ചിട്ടുള്ള വായനകൾ അദ്ദേഹം നടത്തുന്നത്. ബോട്ടണി, കെമിസ്ട്രി, ബയോളജി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച്, സുവോളജി ഒക്കെ കുറിച്ചിട്ടുള്ള വായനകൾ നടത്തുന്നു, അതിൻ്റെ നോട്ടുകൾ തയ്യാറാക്കുന്നതും അത്തരം ശാസ്ത്രജ്ഞന്മാരുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ബന്ധവും കൂടി സ്വാഭാവികമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. അദ്ദേഹത്തിൻ്റെ നോട്ട് ബുക്കുകളിലൊന്നും എംഗൽസ് ഒന്നും എഴുതിയില്ല. എംഗൽസ് മരണാനന്തരമാണ് അതൊക്കെ കാണുന്നത് തന്നെ. അല്ല, പക്ഷേ എംഗൽസ് ആയിട്ടുള്ള കത്തടപാടുകളിലെ ഈ ഫിസിയോളജിനെ കുറിച്ചുള്ള സൂചിപ്പിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഫ്രാൻസിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത്, ഈ പരിസ്ഥിതി എന്ന് പറയുന്നത് ഒരു സോഷ്യലിസ്റ്റ് ടെൻഡൻസിയാണ് എന്ന് പറഞ്ഞ് കത്തെഴുതുന്നത് ഒക്കെ ആ കാലഘട്ടത്തിലാണ്.
അതിനോടൊപ്പം തന്നെ പുള്ളി നരവംശാസ്ത്ര കൃതികളും വായിച്ചു. അപ്പോൾ അതുവരെ മാർസിൻ്റെ പ്രധാനപ്പെട്ട ഫോക്കസ് തുടക്കത്തിൽ ഫിലോസഫി ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് വളരെ പെട്ടെന്ന് അദ്ദേഹം രാഷ്ട്രീയ സമ്പദ്ശാസ്ത്രത്തിലേക്ക് മാറുന്നുണ്ട്. ഇപ്പോൾ ഫിലോസഫിയോട് വിട പറയുന്നില്ലെങ്കിൽ പോലും ഫിലോസഫിയെ രാഷ്ട്രീയ സമ്പദ്ശാസ്ത്രവുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് മാർസിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ, ഇപ്പോൾ ഗുന്ദ്രസ് ആണെങ്കിലും ക്രിട്ടിക്കൽ പൊളിറ്റിക്കൽ ഇക്കോണമി ആണെങ്കിലും ഫൈനലി ക്യാപിറ്റൽ ആണെങ്കിലും വരുന്നത്. ജർമ്മൻ ഐഡിയോളജി അതിൻ്റെ ഒരു ത്രെഡ് വരുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം അത് പുതിയ ത്രെഡ് അല്ല, കാരണം ഇക്കണോമിക് ആൻഡ് ഫിലോസഫിക്കൽ മാനുസ്ക്രിപ്റ്റ്സ് കിട്ടിയപ്പോൾ നേരത്തെ തന്നെ അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ഈ ഒരു ഫിലോസഫി, അതെ, ഫിലോസഫിയും രാഷ്ട്രീയ സമ്പദ്ശാസ്ത്രം എക്കണോമിക്സും തമ്മിലുള്ള ഒരു ബന്ധം പുള്ളിയുടെ ഒരു മേജർ കൺസേൺ ആയിരുന്നു എന്നുള്ളത് തെളിയുന്നുണ്ട് നേരത്തെ തന്നെ. പക്ഷേ അത് ശക്തമായിട്ട് വരികയും ഫിലോസഫിയേക്കാൾ കൂടുതൽ, അതായത് എങ്ങനെയാണ് എമർജ് ചെയ്യുന്നൊരു ലോകത്തെ വ്യാഖ്യാനിക്കേണ്ടത്, അതിന് ഏറ്റവും സഹായമാകുന്നത് രാഷ്ട്രീയ സമ്പദ്ശാസ്ത്ര വിമർശനമാണ് എന്നുള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹം മൂല്യ വിചാരത്തിലേക്കും മൂല്യ വിമർശനത്തിലേക്കും സർപ്ലസ് വാല്യൂ കണ്ടെത്തുന്നതിലേക്കും ഒക്കെ അദ്ദേഹത്തെ നയിക്കുന്നത്. ആ ഒരു ഇതാണ്. അത് വളരെ പെട്ടെന്ന് അതിൽ നിന്ന് എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ നരവംശാസ്ത്ര കൃതികൾ വായിക്കാനും അതുമായി ബന്ധപ്പെട്ട ചില നിഗമനങ്ങളിൽ എത്തിച്ചേരാനും തയ്യാറായത്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ദൈക്ഷണിക പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടില്ലാത്ത ചരിത്ര അന്വേഷണങ്ങൾ, ഈ നാച്ചുറൽ സയൻസിനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ, ആന്ത്രോപോളജിയെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ, ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് രാഷ്ട്രീയ സമ്പദ്ശാസ്ത്രം ഈ ലോകത്തെ മനസ്സിലാക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനുമുള്ള ഒരു പടി മാത്രമായിട്ടാണ് അദ്ദേഹം കണ്ടിരുന്നത്. ഈ മറ്റ് ശാസ്ത്രശാഖകളും യഥാർത്ഥത്തിൽ പുനഃപരിശോധിക്കേണ്ടതുണ്ട്. അതിൽ നിന്നുള്ള ഇൻസൈറ്റ്സ് ഒരു മാർസിൻ്റെതായ രീതിയിൽ പുനരവതരിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിന് പുതിയ രാഷ്ട്രീയ പരിപ്രേക്ഷ്യത്തിൽ അതുകൂടി വരുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ ക്യാപിറ്റലിൽ തന്നെ, ഇപ്പം ക്യാപിറ്റലിൽ ഈ വളരെ ഇപ്പോൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന മെറ്റബോളിക് റിഫ്റ്റ്, സോയിലിൻ്റെ ഡിസ്ട്രക്ഷൻ, കെമിക്കൽസിൻ്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാം ചർച്ച ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ക്യാപിറ്റലിൽ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് ഒരു ഭാഗത്ത്. അപ്പം അതിൽ നിന്ന് മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ മാർസിനെ ഒരു സോവിയറ്റ് യൂണിയൻ്റെ ഒരു കാലത്തെ അല്ലെങ്കിൽ ശീതയുദ്ധ കാലത്തെ വളരെ കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിംവർക്കിനകത്ത് വെച്ച് മാത്രം നമ്മൾ ഒരു നൂറ്റാണ്ട് കാലത്തോളം മാർസിനെ മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് പുറത്ത് കടക്കുമ്പോഴാണ് ഈ നമ്മളിപ്പോൾ പറഞ്ഞ പുതിയ ഉൾക്കാഴ്ചകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ വളരെ വിപുലമായ രീതിയിൽ നേരത്തെ മാഷ് സൂചിപ്പിച്ചല്ലോ എന്താണ് പുതിയ അന്വേഷണങ്ങൾ നടക്കുന്നുള്ളത്. ഇപ്പോൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പിന്നെ കലിഹോ കേഷിയുടെ ജപ്പനീസ് ചിന്തകനായിട്ടുള്ള മാർക്സിസ്റ്റ് ചിന്തകൻ്റെ പുസ്തകം, 2 പുസ്തകങ്ങൾ, മാർസ് ഇൻ ദ ആന്ത്രോപോസീൻ എന്ന് പറഞ്ഞിട്ടും പിന്നെ ക്യാപിറ്റൽ ആൻഡ് നേച്ചർ ഇൻ മാർസിയൻ പൊളിറ്റിക്കൽ ഇക്കോണമി എന്ന് പറയുന്ന ഒരു പുസ്തകം, 2 പുസ്തകങ്ങൾ, വളരെ വിപുലമായ 2 പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ബെല്ലാമി ഫോസ്റ്ററുടെ പുസ്തകം ഉണ്ടായി, ജെയിംസ് ഒക്കോണറുടെ പുസ്തകം ഉണ്ടായി, പോൾ ബക്കറ്റിൻ്റെ പുസ്തകം ഉണ്ടായി. വ്യാപകമായിട്ട് ഞാൻ മുഴുവൻ പേരുകളും പറയുകയല്ല, ഇവരെല്ലാം തന്നെ വളരെ ശക്തമായ അക്കാഡമിക് രചനകളും കൂടിയാണ്. അതായത് വെറുതെ മാർക്സ് ഇങ്ങനെ പരിസ്ഥിതിയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് എന്ന് ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോകുന്ന പുസ്തകങ്ങളല്ല, മറിച്ച് ടെക്സ്റ്റുവൽ എവിഡൻസോട് കൂടി മാർക്സ് എന്താണ് പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താണ് എന്ന് ചർച്ച ചെയ്യുന്ന വലിയ സബ്സ്റ്റാൻറ്റീവായിട്ടുള്ള പുസ്തകങ്ങളാണ് ഈ പുസ്തകങ്ങളൊക്കെ തന്നെ. ഇതിൽ ഈ ആന്ത്രോപോസീൻ കാലഘട്ടത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് മാർസിനെ പറ്റി പരിസ്ഥിതിവാദികൾക്കുണ്ടായിരുന്ന ഒരു വലിയ വിമർശനം അദ്ദേഹത്തിൻ്റെ ഒരു കാർട്ടീഷ്യൻ ചിന്തയായിരുന്നു. നേച്ചറും മനുഷ്യനും രണ്ടാണെന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ നേച്ചറിനെ പറ്റിയുള്ള ചിന്ത പോലും വന്നത്. ഈ മെറ്റബോളിക് റിഫ്റ്റ് എന്ന് പറയുന്നത് പോലും ആ അർത്ഥത്തിലൊരു കാർട്ടീഷ്യൻ ഡിവൈഡിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാകുന്നതാണ് എന്ന് പറയുന്നുണ്ട്. ഈ മോണിസ്റ്റ് നിലപാടിനെ പിന്നെ ജെയിംസ് മൂറിൻ്റെയൊക്കെ ഈ മോണിസ്റ്റ് നിലപാടിനെ വിമർശിച്ചുകൊണ്ട് മാർസിൻ്റെത് അത്തരത്തിലുള്ളൊരു നിലപാടല്ല എന്ന് സ്ഥാപിക്കുന്ന പുസ്തകങ്ങൾ പോലും വന്നു. ഇത് ആകാശത്തിൽ നിന്ന് ഇറക്കാൻ പറ്റില്ലല്ലോ അവർക്ക്. ഇത് ടെക്സ്റ്റുവലി ഇപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ നരവംശാസ്ത്ര കുറിപ്പുകളെ കുറിച്ചുള്ള പഠനത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് ടെക്സ്റ്റുവൽ എവിഡൻസ് ഉള്ളതാണിത്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ്, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുടെ ഇംപ്ലിക്കേഷൻസാണ് ചർച്ച ചെയ്യുന്നത്. അത് ഒരു വശത്ത് അങ്ങനെ മാർസിനെ ഒരു പരിസ്ഥിതി വിരുദ്ധനാക്കാനുള്ള ഒരു നരേറ്റീവ് ഫ്രെഡറിക് ജെയിംസൺ വരെ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഒരു ലീനിയർ ഇതിൻ്റെ വക്താവാണ്, ഒരു പ്രോഗ്രസ്സിനെ കുറിച്ചുള്ള ലീനിയർ ഐഡിയയുടെ വക്താവാണ് എന്നുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ ഈ സോവിയറ്റ് ഫ്രെയിംവർക്കിൻ്റെ ഒരു വെസ്റ്റീജാണ്. ആ സോവിയറ്റ് ഫ്രെയിംവർക്കിനുള്ളിൽ അതുണ്ടാവാനുള്ള കാരണം, അതൊരു വിമർശനം വരാനുള്ള കാരണം എന്താണ്? ആ നരേറ്റീവിനെയാണ് എംബ്രേസ് ചെയ്തിരുന്നത് ഒഫീഷ്യൽ മാർക്സിസം. അങ്ങനെ ഒന്നുണ്ടെങ്കിൽ ആ ഒഫീഷ്യൽ മാർക്സ് എംബ്രേസ് ചെയ്തിരുന്നത് ആ നരേറ്റീവിനെയാണ്. കാരണം മുതലാളിത്തത്തെക്കാൾ മെച്ചപ്പെട്ട ഉൽപ്പാദന വിതരണ സമ്പ്രദായമാണ്
മാർക്സിസം എന്നാണ് അത് സ്ഥാപിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അത് മാറിയിട്ട് ഈ നരേറ്റീവ്, അതായത് പരിസ്ഥിതിക്ക് ദോഷം വരാത്ത രീതിയിലുള്ളൊരു വികസനമാണ് യഥാർത്ഥത്തിൽ മാർക്സ് മുന്നോട്ട് വയ്ക്കുന്നതെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. ഈ നാച്ചുറൽ സയൻസിനെ കുറിച്ചുള്ള കുറിപ്പുകൾ, നാച്ചുറൽ സയൻസിനെ കുറിച്ചുള്ള കുറിപ്പുകളിൽ ഇത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. കെമിക്കൽ റിയാക്ഷൻസിൻ്റെ കാര്യവും ഫെർട്ടിലൈസർ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന കൃഷിനാശത്തിൻ്റെ പ്രശ്നങ്ങളും ആ ഒരു പഴയ അദ്ദേഹം അങ്ങനെ ഒരു നരേറ്റീവ് പറഞ്ഞിട്ടേ ഇല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇത് പറയുന്നത്. അതുപോലെ തന്നെയാണ് ജനാധിപത്യത്തിൻ്റെ കാര്യത്തിൽ ഇത് സംഭവിച്ചത്. ജനാധിപത്യത്തിൻ്റെ കാര്യത്തിൽ എന്താണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്? മാർക്സിസം മുതലാളിത്തത്തെ അംഗീകരിക്കുന്നുണ്ട്. കാരണം എന്താണ്? സ്വാതന്ത്ര്യവും ജനാധിപത്യവും മുതലാളിത്തത്തിൻ്റെ സംഭാവനയാണ് ലോകത്ത്. നരവംശാസ്ത്ര കുറിപ്പുകളിൽ മാർക്സ് പറയുന്നത് തെറ്റായിരുന്നു. അങ്ങനെ ഒരു വിചാരം ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം ഇറുഗ്വായ് കോൺഫെഡറസിയുടെ ജനാധിപത്യ ബോധം എന്ന് പറയുന്നത് ജനപ്രതിനിധികളെ തിരിച്ചു വിളിക്കാനുള്ള അവകാശം കൂടി ഉണ്ടായിരുന്നതാണ്. സ്ത്രീകൾക്ക് വോട്ടവകാശം കൊടുക്കുന്നതും സ്ത്രീകൾക്ക് ജനപ്രതിനിധികളെ തിരിച്ചു വിളിക്കാനുള്ള അവകാശം കൊടുക്കുന്നതുമാണ്. അതല്ലേ യഥാർത്ഥ ജനാധിപത്യം എന്ന് ഇതിൽ മാർക്സ് മാർജിനിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റേതായി നമ്മൾ പരിചയപ്പെട്ട ഒരു ഡിസ്കോഴ്സ് മാറ്റി വെച്ചുകൊണ്ട് മാത്രമേ ഈ പുതിയ മാർക്സിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റുകയുള്ളൂ എന്നൊരു സാഹചര്യം ഈ കൃതികളുടെ വിവർത്തനവും ഈ നോട്ട്ബുക്കുകളുടെ വിവർത്തനവും പബ്ലിക്കേഷനും മൂലം ഉണ്ടായിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ മുൻകാല കൃതികളുമായിട്ടുള്ള ബന്ധവും ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിലാണ് ഞാൻ ഈ മാഷ് നേരത്തെ പറഞ്ഞ പ്രശ്നത്തിലൂടെ റെസ്പോണ്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്കൊരു ഗ്രൗണ്ട് കുറച്ചുകൂടി സമ്പന്നമാകുന്നുണ്ട്. പക്ഷെ അവിടെയും ഉള്ള പ്രശ്നം, രണ്ട് പ്രശ്നമുണ്ട്. ഒന്നൊരു റിലീജിയോസിറ്റി മാതിരി നമുക്ക് കൃത്യമായി ഈ ടെക്സ്റ്റിൽ എവിഡൻസ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റീവായിട്ടുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ളൊരു യാഥാർത്ഥ്യത്തെ സംബോധന ചെയ്യാൻ പാടുള്ളൂ എന്നില്ലല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ പിന്നെ ഇത് ഉണ്ടാകുന്ന എപ്പോൾ നല്ല തന്നെ നമ്മുടെ ടെക്സ്റ്റ് ആസ് ഫർ ആസ് എത്രത്തോളം സമ്പന്നമാണോ അത്രയും നല്ലതാണ്. അത് പുറത്ത് കൊണ്ടുവരേണ്ടതും ആവശ്യമാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്നത് അതല്ല. ഇപ്പം ഈ സിസക്കൊക്കെ പറയുന്ന ഒരു പ്രധാന പ്രശ്നം, ഈ ലെനിൻ്റെ ഇടപെടലും വിപ്ലവവും ഉണ്ടായിരുന്നില്ലെങ്കിൽ വാസ്തവത്തിൽ ഈ ഒരു റീച്ച് ലോകത്തിന് മാർക്സിസത്തിന് ഉണ്ടാവില്ല എന്നാണ്. പ്രത്യേകിച്ച് ഈ റെവല്യൂഷൻ അറ്റ് ദ ഗേറ്റ്സ് എന്നുള്ള അയാളുടെ കൃതിയിൽ ലെനിൻ്റെ തന്നെ പ്രസക്തമായ കുറിപ്പുകൾ എഡിറ്റ് ചെയ്താണല്ലോ അതിൻ്റെ വലിയൊരു ആമുഖത്തോട്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഇപ്പം ലെനിനെ മാറ്റി വെച്ച് മാർക്സിനെ ചർച്ച ചെയ്യുന്നൊരു പ്രവണത, അത് നേരത്തെയും അഭിമുഖത്തിലൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അത് വാസ്തവത്തിൽ വീണ്ടും മാർക്സിനെ ഒരു അപ്പൊളിറ്റിക്കൽ മാർക്സായി വായിക്കാനുള്ളൊരു ശ്രമമായിരിക്കും. അപ്പം നമ്മൾ സോവിയറ്റ് യൂണിയൻ, സോഷ്യലിസം, ലെനിൻ, ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണല്ലോ. ആ ഒരു റീഡിങ്ങിന് ശേഷം അല്ലേ നമുക്ക് ഈ കാര്യങ്ങൾ മൊത്തം വിശകലനം ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ഞാൻ ചോദിക്കുന്ന ഈ പരിസ്ഥിതിയേക്കാൾ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചക്കും ഈ ചൈനയുടെ ട്രാൻസ്ഫോർമേഷനും ഒക്കെ കാരണമായിട്ടുള്ളത് ഈ പുതിയ ഈ സാങ്കേതിക വിദ്യയും അതിൻ്റെ ഒരു വികാസവും അതുണ്ടാക്കിയ ഒരു എക്കണോമിക് ഷിഫ്റ്റും നമ്മൾ സോക്കോൾഡ് പോസ്റ്റ് മോഡേൺ അല്ലെങ്കിൽ ഹൈ മോഡേണിറ്റിയുടെ ഒരു വരവും കൂടിയാണല്ലോ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ ശിഥിലമായ രാജ്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ കൾച്ചർ എന്നുള്ളതും അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോയി എന്നുള്ള ഒരു വലിയൊരു പ്രശ്നം ഇപ്പോൾ നമ്മൾ കസാഖിസ്ഥാനിലോ അല്ലെങ്കിൽ താജിക്കിസ്ഥാനിലോ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന വാർ റിലേറ്റഡ് ഇഷ്യൂ, യുദ്ധം എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നിച്ച് നിൽക്കേണ്ട വളരെ ഇതായിട്ടുള്ള ഒരു ജനത ആണ് പരസ്പരം വാറിങ് സിറ്റുവേഷനിലേക്ക് നീങ്ങുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ്റെ മനസ്സുകൾ അടക്കുന്നതിന് പകരം നമ്മൾ സോഷ്യലിസത്തിലൊക്കെ ഒരു വലിയൊരു പ്രതീക്ഷ തന്നെ അതിലായിരുന്നല്ലോ. അപ്പോൾ ഈ അടുക്കുന്നതിന് പകരം ഇത്രമാത്രം ഈ റിഫ്റ്റ് അല്ലെങ്കിൽ ഇത്രമാത്രം ഈ ആനിമോസിറ്റി അങ്ങനെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെ ഇതിനകത്ത് രൂപപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഏത് രീതിയിൽ സാംസ്കാരികമായി ഇതിനെ സംബോധന ചെയ്യുക അല്ലെ ചെയ്യേണ്ടതുണ്ട് എന്നത് ഒരു പ്രധാന ഇഷ്യൂ ആണല്ലോ. ഇപ്പോൾ ഈ മാർക്സിസത്തിൻ്റെ ഒരു ആവിർഭാവ കാലത്ത് അല്ലെങ്കിൽ ഈവൻ ഈ രണ്ടാം ലോക മഹായുദ്ധം അതിൻ്റെ തുടർച്ചയിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോകവ്യാപകമായി തന്നെ കല, സാഹിത്യം, സിനിമ, ഇപ്പോൾ സോവിയറ്റിനൊക്കെ എന്തെല്ലാം പരിമിതി ഉണ്ടെങ്കിലും അന്ന് ഈ സിനിമകളും എല്ലാം മാക്സിമം പരമാവധി പ്രൊമോഷനാണല്ലോ ലോകവ്യാപകമായി. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കൾച്ചർ എവിടെയൊക്കെ അതിനൊരു ഡൊമിനേഷനൊന്നും ഉണ്ടായില്ലെങ്കിലും പിന്നെ പബ്ലിക്കിൻ്റെ ഒരു മൂഡിൽ ഈ സെക്യുലറായിട്ടുള്ള ഒരു തരത്തിലുള്ള മൈൻഡ് സെറ്റ് രൂപപ്പെടുന്നതിലൊക്കെ വലിയ ഘടകമായിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ലോകവ്യാപകമായി ഒരേ ഏകദാനമായ വിധത്തിലല്ലെങ്കിലും ഒരു ഹോമോജിനിറ്റി ഒന്നും ഇല്ലെങ്കിലും പിന്നെ ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആക്ച്വലി ഈ ഒരു സംഭവത്തെ എങ്ങനെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും അല്ലെങ്കിൽ അതിനെ കൂടുതൽ സമ്പന്നമായ രീതിയിൽ
എങ്ങനെ റിട്രീവ് ചെയ്യാൻ ഉള്ളൊരു സാധ്യത ലോകത്ത് ഇപ്പോൾ ഉണ്ടോ? ഇപ്പം ഏജാസ് അഹമ്മദൊക്കെ പറഞ്ഞിരുന്നത് നേരത്തെ, ഞാൻ കുറേ സമയം ഒരു 3 ദിവസത്തോളം കൂടുതൽ ഉണ്ടായിരുന്നു ഇവിടെ കോഴിക്കോട്ട് വന്നപ്പോൾ, അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഈ തൊഴിലാളി വർഗമൊക്കെ ശരിയായിപ്പോയി എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ഈ ചെറിയ ചെറിയ യൂണിറ്റുകളാവുന്നതുകൊണ്ട് അവിടെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ 1000 തൊഴിലാളി ഒന്നിച്ച് വർക്ക് ചെയ്യുന്നു, 100 തൊഴിലാളി 10 സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു, ഫലത്തിൽ ഒരുപോലെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കൺസോൾട്ടേഷനും പാർട്ടിസിപ്പേഷനും ഒക്കെ ഉള്ള രീതിയിൽ അന്നൊക്കെ അയാളുടെ ഒരു ഏർലി ഫേസിലല്ലേ, ലേറ്റർ സ്റ്റേജിൽ അദ്ദേഹത്തിന് ചെറിയ ട്രാൻസ്ഫോർമേഷൻ വന്നു എന്നാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. അപ്പം അന്ന് കേരളത്തിലൊക്കെ വന്നത് ഈ 97 മറ്റോ 98 പിന്നെ ആ ഒരു സ്റ്റേജിലൊക്കെ ആ രീതിയിലൊരു റവല്യൂഷൻ അങ്ങനെയൊക്കെയുള്ളൊരു പ്രതീക്ഷ വെച്ച് പുലർത്താനുള്ളൊരു സാഹചര്യം ലോകത്ത് നമ്മൾ കാണുന്നുണ്ടോ എന്നുള്ളത്. അതെ, അത് ഇപ്പോൾ 2-3 കാര്യങ്ങളുണ്ട്, ഇൻ്റർറിലേറ്റഡ് ആയിട്ടുള്ള 2-3 കാര്യങ്ങൾ മാഷ് 4 കാര്യങ്ങളോളം മാഷ് പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്കതിൻ്റെ ആദ്യത്തെ ഇതിൽ നിന്ന് തന്നെ തുടങ്ങാം. അതായത് ഈ ടെക്സ്റ്റിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്, ടെക്സ്റ്റിന് ആസ് സച്ച് ഉള്ള പ്രാധാന്യമല്ല അവിടെ ഉണ്ടായിരുന്നത്. കാരണം ഈ ഒരു നരേറ്റീവ് റീബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് മാർക്സിസവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ലെജിറ്റിമസി അവശേഷിക്കുന്നുണ്ടോ എന്ന ഒരു ചോദ്യത്തിലേക്ക് മാർക്സിസ്റ്റ് ചിന്തകരും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു നിർബന്ധിക്കപ്പെട്ട ഒരു ലോക സാഹചര്യം ഉണ്ടായിരുന്നു. ലെഫ്റ്റ് പൊതുവെ നിർബന്ധിക്കപ്പെട്ട ഒരു ലോക സാഹചര്യം വന്നു. ആ ലോക സാഹചര്യത്തിൽ അതുവരെ ഉണ്ടായിരുന്ന മാർക്സിസം അത് ഡ്രൈ അപ്പ് ചെയ്തതാണ്. അതിൽ നിന്ന് ഇനി ഒന്നും നേടാനില്ല. അതുകൊണ്ട് മാർക്സ് തന്നെയും നമ്മളെ സംബന്ധിച്ചോളം കാലഹരണപ്പെട്ടതാണ് എന്ന ഒരു നരേറ്റീവ് വളരെ ശക്തമായ സമയത്താണ് വളരെ പുതുമയുള്ള ചിന്തകൾ മാർക്സ് അവശേഷിപ്പിച്ചിട്ടാണ് പോയത് എന്നുള്ള ഈ ഒരു ഇത് വരുന്നത്. അതുമായി ബന്ധപ്പെട്ട അത് ഇത് ശൂന്യതയിൽ നിന്നുണ്ടായതല്ല. ഇത് ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, അതായത് ജനാധിപത്യത്തിൻ്റെ ശിഥിലീകരണം. ലോകത്ത് ഇന്നിപ്പോൾ ഈ 1924 എന്ന് പറയുന്നത് ഏതാണ്ട് 75ഓളം രാജ്യങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന വർഷമാണ്. ഈ 75ഓളം രാജ്യങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിൽ ഏതാണ്ട് ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളിലും അങ്ങേയറ്റത്തെ വംശീയവാദികളും വലതുപക്ഷവുമാണ് അധികാരത്തിൽ വരാൻ പോകുന്നത് എന്നാണ് പൊതുവെ ആൾക്കാർ പ്രതീക്ഷിക്കുന്നത്. അതിനെതിരെയുള്ള ശക്തമായൊരു പ്രതിരോധം ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും സാധ്യതയുള്ള അല്ല. അങ്ങനെ ലോകം തന്നെ വലതുപക്ഷത്തേക്ക് തിരിയുന്നു എന്നിപ്പോൾ ട്രംപിനെ പോലെ ഒരാൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് ആകാവുന്നൊരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് അടക്കം, അതുപോലെ തന്നെ ഇന്ത്യയിൽ മോദി വന്നു എന്നുള്ളത് അടക്കം ഉള്ള ഒരു ലോക സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് മുതലാളിത്ത വികാസം സൃഷ്ടിച്ച ഒരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ഈ ആഗോളതാപനത്തിൻ്റെ പ്രശ്നമാണ്. ആന്ത്രോപോസീൻ, മനുഷ്യൻ്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട് മുതലാളിത്തത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റം. ഇതിനെന്ത് ഉത്തരം മാർക്സിസത്തിന് പറയാനുണ്ട് എന്നൊരു ചോദ്യം ആ കാലഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ചൈന ചെയ്യുന്നത് എന്താണ്, സോവിയറ്റ് യൂണിയനിൽ എന്താണ് നടന്നത്, ഇതല്ലേ മാർക്സിസം, ഇതിനപ്പുറത്തേക്കൊരു മാർക്സിസം സാധ്യമാണോ എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് മാർക്സിൻ്റെ തന്നെ ടെക്സ്റ്റുകളിലേക്ക് പലരും മടങ്ങിപ്പോയതും ഇങ്ങനെയല്ല മാർക്സ് പറഞ്ഞത് എന്ന് പറഞ്ഞത്. അതിൽ നിന്നുണ്ടായ എന്താണ്, ഇപ്പം നേരത്തെ തന്നെ പറഞ്ഞതുപോലെ മുതലാളിത്തത്തിൻ്റെ 2 കോൺട്രാഡിക്ഷൻസ് ഉണ്ട് എന്ന് വന്നു. അതിലൊന്നാമത്തെ കോൺട്രാഡിക്ഷൻ മാർക്സ് നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. അതായത് ഈ ലാഭം കുറയുന്നു എന്നുള്ള പ്രശ്നം മുതലാളിത്തത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രാഡിക്ഷനായിട്ട് ലാഭനിരക്ക് കുറയുന്നു എന്നുള്ളത്. അതാണല്ലോ മുതലാളിത്തത്തിൻ്റെ തകർച്ചയിലേക്ക് വഴിക്കുന്നത്. അതാണ് ഫസ്റ്റ് കോൺട്രാഡിക്ഷൻ എന്ന് പറയുന്നത്. ഈ സെക്കൻഡ് കോൺട്രാഡിക്ഷൻ എന്ന് പറയുന്നത് അത് ഉൽപ്പാദന ബന്ധം, ആദ്യത്തത് ഉൽപ്പാദന ബന്ധവുമായി ബന്ധപ്പെട്ട കോൺട്രാഡിക്ഷനാണ്. രണ്ടാമത്തത് മനുഷ്യനും പ്രകൃതിയും തമ്മിൽ ബന്ധപ്പെട്ട കോൺട്രാഡിക്ഷനാണ്. ഈ സെക്കൻഡ് കോൺട്രാഡിക്ഷനെ പറ്റി മാർക്സിനൊന്നും പറയാനുണ്ടായിരുന്നില്ല എന്ന വിമർശനത്തിനോടുള്ള മറുപടിയായിട്ടാണ് അങ്ങനെയല്ല ഈ മെറ്റബോളിക് റിഫ്റ്റിനെ കുറിച്ചും മാൻ നേച്ചർ റിലേഷൻഷിപ്പിനെ കുറിച്ചും വളരെ ആഴത്തിൽ മാർക്സ് പഠിച്ചു എന്നും അദ്ദേഹത്തിന് ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള പലതും വന്നു എന്നുള്ളൊരു റെസ്പോൺസ് ഉണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഡീഗ്രോത്ത് കമ്മ്യൂണിസം എന്ന് പറഞ്ഞിട്ട് പുതിയ ചിന്തകൾ വരുന്നുണ്ട്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഡീഗ്രോത്ത് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിസം, ഡീഗ്രോത്ത് കമ്മ്യൂണിസം എന്നാണ് അതിന് പറയുന്നത് തന്നെ. ഇന്ന് കാണുന്ന തരത്തിലുള്ള മുതലാളിത്ത വികാസം എന്ന് പറയുന്നത് ആത്യന്തികമായി മനുഷ്യവിരുദ്ധമായിട്ടുള്ളൊരു മുതലാളിത്ത വികാസമാണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ വൈരുദ്ധ്യം പരിഹരിച്ചാൽ തന്നെ, പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ പോലും പരിഹരിക്കപ്പെടാതിരിക്കുമ്പോൾ തന്നെ മുതലാളിത്തം യഥാർത്ഥത്തിൽ മനുഷ്യരാശിയുടെ തന്നെ, അതായത് മുതലാളിത്തം തകരുന്നു എന്നുള്ളതൊരു, ഈ ലാഭം തകരുന്നുകൊണ്ട് ഇല്ലാതാകുന്നതുകൊണ്ട് മുതലാളിത്തം തകരുന്നു എന്നൊരു നിഗമനത്തിലേക്ക് നമുക്ക് മാർക്സിൻ്റെ കൃതികളിൽ നിന്ന്, രാഷ്ട്രീയ സമ്പദ്ശാസ്ത്ര കൃതികളിൽ എത്തിച്ചാൽ. പക്ഷേ മാർക്സിൻ്റെ കൃതികളിൽ നിന്ന് മുതലാളിത്തം യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ സർവനാശം കൂടിയാണ്. കാരണം ഇത്തരത്തിലുള്ളൊരു ഗ്രോത്ത് ആഗോളതാപനത്തിന് വഴിവെക്കുന്നു, ഭൂമിയുടെ പരിസ്ഥിതിപരമായിട്ടുള്ള
സ്റ്റെബിലിറ്റിയെ നശിപ്പിക്കുന്നു. ആ അർത്ഥത്തിൽ മുതലാളിത്തം മനുഷ്യവംശത്തിന് തന്നെ ഒരു ഭീഷണിയാണ് എന്നുള്ള ഈ സെക്കൻഡ് കോൺട്രാഡിക്ഷൻ മാർക്സ് അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഒരർത്ഥത്തിൽ. അതിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും മാർക്സിസ്റ്റ് ചിന്തകരും വരണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടായത് തന്നെ ഈ മാർക്സിൻ്റെ ഈ കൃതികൾ കണ്ടെടുത്തത് കൂടിയാണ്. അല്ലെങ്കിൽ മാർക്സം ഡ്രൈ അപ്പ് ചെയ്തിരുന്ന സോവിയറ്റ് യൂണിയൻ ശീതയുദ്ധത്തിന് ശേഷം മാർക്സത്തിന് അർത്ഥത്തിൽ അല്ലെങ്കിൽ പ്രസക്തിയില്ല. കാരണം മുതലാളിത്തം വേറൊരു രീതിയിലാണ് വികസിക്കുന്നത്. ചൈന പോലെയുള്ള രാജ്യങ്ങൾ ശരിക്കും മുതലാളിത്തത്തിൻ്റെ ഈ വികസന രീതി തന്നെ സ്വീകരിച്ചിരിക്കുന്നു. അത് മാറി ഒരു വികസന സമ്പ്രദായം സ്വീകരിക്കാൻ ഒരു രാഷ്ട്രവും തയ്യാറല്ല. ഇന്നിപ്പോൾ ഇത് ഒരു രാഷ്ട്രത്തിൻ്റെ പ്രശ്നമല്ലല്ലോ, ഇതിപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രശ്നമല്ലല്ലോ. ആന്ത്രോപോസീനുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ആഗോള താപനവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പ്രശ്നം ഇന്ന് ഒരു പ്രത്യേക രാജ്യത്തിൻ്റെയോ ഗ്രൂപ്പിൻ്റെയോ തൊഴിലാളി വർഗത്തിൻ്റെയോ മാത്രം പ്രശ്നമല്ല, അത് മനുഷ്യരാശിയുടെ തന്നെ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ജയതി ഘോഷിനെ പോലുള്ള മാർക്സിസ്റ്റ് ചിന്തകർ പോലും ആഗോളതാപനത്തെക്കുറിച്ചാണ് ടോക്ക് നടത്തുന്നത്. കാരണം അത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് അത് ഉയർന്നു വന്നിരിക്കുന്നത്. അത് അഡ്രസ്സ് ചെയ്യാതെ മാർക്സിസ്റ്റുകളായിട്ടുള്ളവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ ഇതൊരു മാർക്സിസ്റ്റ് രീതിയിൽ അഡ്രസ്സ് ചെയ്യപ്പെടാൻ പറ്റുമോ, അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പ്രയോജനമുണ്ടോ എന്നുള്ള ചോദ്യമാണ് യഥാർത്ഥത്തിൽ തിയററ്റിക്കലി ഇവർ ഉന്നയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാർക്സിൻ്റെ ഈ ടെക്സ്റ്റുകളിൽ നിന്ന് അത്തരത്തിലൊരു വികാസത്തിലേക്ക് ഇത് കടക്കുന്നുണ്ട്. ഈ പ്രത്യേകിച്ച് ഈ സെക്കൻഡ് കോൺട്രാഡിക്ഷൻ, മുതലാളിത്തത്തിൻ്റെ സെക്കൻഡ് കോൺട്രാഡിക്ഷൻ ഓഫ് ക്യാപിറ്റലിസം എന്ന് പറയുന്ന ആ പ്രശ്നം പരിഹരിക്കാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സ്ഥിതി ഇന്ന് ലോകത്തുണ്ട്. ഗ്രോത്തിൻ്റെ പ്രശ്നം, ഗ്രോത്ത് എന്ന് പറയുന്ന ഈ രീതിയിൽ ഗ്രോത്ത് പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ലോകത്തിന് സംഭവിക്കുക എന്നുള്ള ചോദ്യം ഈ ആഗോളതാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ആ സന്ദർഭത്തിലാണ് യഥാർത്ഥത്തിൽ മാർക്സിൻ്റെ പല നിരീക്ഷണങ്ങളും പ്രസക്തമാവുന്നതും അത് നമ്മൾ നമ്മുടെ സാമൂഹ്യശാസ്ത്ര വ്യവഹാരത്തിലേക്കും അതുപോലെ തന്നെ നയപരിപാടികളിലേക്കും പോളിസിയിലേക്കും ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട അംശങ്ങൾ മാർക്സത്തിൽ ഇനിയും അവശേഷിക്കുന്നുണ്ട് എന്നുള്ള ഒരു കണ്ടെത്തലുണ്ടാകുന്നു. കാരണം അത് അങ്ങനെ അല്ലാതെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന്, മുതലാളിത്ത വിമർശനത്തിൻ്റെതായ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നല്ലാതെ ആഗോളതാപനത്തെക്കുറിച്ചിട്ട് എങ്ങനെയാണ് ഉന്നയിക്കാൻ സാധിക്കും? ഇപ്പോൾ ആഗോളതാപനം എല്ലാവരും ഉന്നയിക്കുന്ന പ്രശ്നമാണ്, മുതലാളിത്ത രാജ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കാർബൺ എമിഷൻസ് കുറച്ചാൽ മതി എന്നുള്ള ഒരു ഏക നിഗമനത്തിലാണ് അവരെത്തുന്നത്. കാർബൺ എമിഷൻസ് കുറച്ചുകൊണ്ട് എത്ര കാലം പ്രോഫിറ്റ് നിലനിർത്താൻ സാധിക്കും മൂലധനത്തിന്? അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഈ സെക്കൻഡ് ക്രൈസിസ് ഓഫ് അല്ലെങ്കിൽ ഈ സെക്കൻഡ് കോൺട്രാഡിക്ഷൻ ഓഫ് ക്യാപിറ്റലിസം എന്ന് പറയുന്നതും ഫസ്റ്റ് കോൺട്രാഡിക്ഷൻ ഓഫ് ക്യാപിറ്റലിസം എന്ന് പറയുന്നതും പരസ്പര ബന്ധിതമായി മാറുന്ന ഒരു ആഗോള സാഹചര്യത്തിലാണ് നമ്മൾ ഈ പ്രശ്നം ചർച്ച ചെയ്യുന്നത്. അതാണ് അതിൻ്റെ സൈദ്ധാന്തികമായിട്ടുള്ള പ്രാധാന്യം. അതിൻ്റെ ഒരു മറുവശം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ജനാധിപത്യ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട് മാർക്സ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, മാർക്സ് പറയാതിരിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോഴാണ് ആന്ത്രോപോളജിക്കൽ നോട്ട്ബുക്സിൽ നിന്നും ഈ ചരിത്രത്തെക്കുറിച്ചുള്ള നോട്ട്ബുക്സിൽ നിന്നും നാച്ചുറൽ സയൻസിനെ കുറിച്ചുള്ള നോട്ട്ബുക്സിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ധാരാളം ഇൻസൈറ്റ്സ്, ഉൾക്കാഴ്ചകൾ മാർക്സ് നമുക്ക് തരുന്നത്. അപ്പം മാർക്സിൻ്റെ മുൻകാല രചനകളെ നമ്മൾ സ്വീകരിച്ചിരുന്ന അതേ ഒരു സ്വീകാര്യതയോടുകൂടി തന്നെ ഈ നിരീക്ഷണങ്ങളെയും നമ്മൾ സ്വീകരിക്കണം എന്ന ഒരു ചിന്താഗതി മാർക്സിസ്റ്റുകൾക്കുള്ളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ മാർക്സത്തിൻ്റെ പരിധിയെ വിപുലപ്പെടുത്തിയത്. ആ പല കൺസ്ട്രെയിൻസ് അതിന് മുമ്പുണ്ടായിരുന്ന ശീതയുദ്ധകാലത്തെ മാർക്സിസ്റ്റ് തിയററ്റിക്കൽ ഡോഗ്മയ്ക്ക് ഉണ്ടായിരുന്ന പരിമിതികളെ ഭേദിക്കേണ്ട ഒരു ആഗോള സാഹചര്യം, മാഷ് കൃത്യമായി പറഞ്ഞതുപോലെ ഒരു പുതിയ ആഗോള സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ ഇത് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കോണ്ടെക്സ്റ്റ് തന്നെ ഉണ്ടായത്. അല്ലെങ്കിൽ ഇങ്ങനൊരു കോണ്ടെക്സ്റ്റ് ഇല്ല. ഈ പരിസ്ഥിതിയെക്കുറിച്ച് മാർക്സ് പറഞ്ഞിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടായത് പരിസ്ഥിതിയെക്കുറിച്ചിട്ടുള്ള കൺസേൺ അതിൻ്റെ പാരമ്യത്തിലെത്തിയ ഒരു സന്ദർഭത്തിലാണ്. ആ സന്ദർഭത്തിലാണ് യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ചാണ് മാർക്സ് വളരെ ആഴത്തിൽ വ്യാകുലപ്പെട്ടിരുന്നതെന്നുള്ളത്. അതാണ് ടെക്സ്റ്റൽ എവിഡൻസിൻ്റെ പ്രാധാന്യം. അത് എത്രമാത്രം ആഴത്തിൽ അദ്ദേഹം വ്യാകുലപ്പെട്ടിരുന്നു എന്നുള്ളത് തെളിയിക്കുന്നു എന്നുള്ളതാണ് ആ പുസ്തകങ്ങളുടെയും നോട്ടുകളുടെയും പ്രാധാന്യം എന്ന് പറയുന്നത്. അതുകൂടി സ്വാംശീകരിക്കാതെ നമുക്ക് ഒരു മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് ഇതിനകത്ത് ഉണ്ടാക്കാൻ സാധിക്കില്ല. മൂന്നാമത്തെ കാര്യം മാഷ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ സിസെക്ക് ലെനിനിസവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യം, അത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. ലെനിൻ്റെ ഇൻ്റർവെൻഷനും സോവിയറ്റ് വിപ്ലവവും യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ള ബഹുമുഖമായിട്ടുള്ള സ്വാധീനമുണ്ട് അതിന്. ഉദാഹരണത്തിന് ലോകത്തിൽ ആദ്യമായിട്ട് മുതലാളിത്തത്തിനെതിരെ സോഷ്യലിസം എന്നുള്ളത് മാർക്സിൻ്റെ ചിന്തയല്ല. മറ്റ് പല ചിന്തകരും ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, മറ്റ് പല സാധ്യതകളും ആളുകൾ ആരാഞ്ഞിട്ടുണ്ട്. മാർക്സ് തന്നെ പറഞ്ഞതും ഒരു പ്രായോഗിക സാധ്യതയായിട്ട് ആരും കണ്ടിട്ടില്ല. മാർക്സിനെ തന്നെ ഒരു ഉട്ടോപ്പിയായിട്ടാണ് കണ്ടിരുന്നത്. മാർക്സ് ബാക്കിയുള്ളവരെ മുഴുവൻ ഉട്ടോപ്പിയൻ സോഷ്യലിസ്റ്റ് എന്ന് വിളിച്ചപ്പം അവർ തിരിച്ചു ചോദിച്ചു പിന്നെ നിങ്ങൾ എന്താണെന്നുള്ള രീതിയിലാണ് അവർ തിരിച്ചു. അദ്ദേഹം ഒരു ഉട്ടോപ്പിയൻ സോഷ്യലിസ്റ്റ് എന്നുള്ളത്. അത് മാറ്റിയിട്ട് ആദ്യമായി മുതലാളിത്തത്തിന് ഒരു മോർട്ടൽ ത്രെട്ട് ലോകത്ത് ആദ്യമായിട്ട് സംഭവിക്കുന്നത് സോവിയറ്റ് യൂണിയനിലെ വിപ്ലവമാണ്. അല്ലെങ്കിൽ മുതലാളിത്തത്തിന് ഒരു ത്രെട്ടില്ല. ലോകത്തിൽ തൊഴിലാളി വർഗ്ഗ പാർട്ടികളുണ്ട്, തൊഴിലാളി വർഗ്ഗം ഉണ്ടായിട്ടുണ്ട്, സമരം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് എവിടെയെങ്കിലും മുതലാളിത്തം ക്ഷീണിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ട് പോലുള്ള സ്ഥലത്ത്
മുതലാളിത്തം വളർന്നിട്ടുണ്ട്, ഫ്രാൻസിൽ വളർന്നിട്ടുണ്ട്, യൂറോപ്പിൽ വളർന്നിട്ടുണ്ട്, അമേരിക്കയിൽ സെറ്റിലർ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള അമേരിക്കയിൽ വളർന്നിട്ടുണ്ട്. തൊഴിലാളികളെ പേടിച്ചിട്ടുണ്ടോ മുതലാളി? നമ്മുടെ ഒരു നരേറ്റീവിൽ, ഇപ്പോൾ കേരളത്തിലേക്ക് ഒരു നരേറ്റീവിൽ തൊഴിലാളികളെ പേടിച്ചു എന്ന് പറയുന്ന തരത്തിൽ ലോകത്ത് ഒരിടത്തും തൊഴിലാളി വർഗത്തെ മുതലാളിത്തം പേടിച്ചിട്ടില്ല. അതിനെ കണ്ടെയ്ൻ ചെയ്താണ് അവർ മുമ്പോട്ട് പോയിട്ടുള്ളത്. ഇതൊരു ത്രെട്ടായിട്ട് അവരും അങ്ങനെ കണ്ടിട്ടില്ല. അവരുടെ സൈനിക ശേഷിക്ക് നിയന്ത്രിക്കാവുന്ന അതും അവരുടെ ധനതത്വശാസ്ത്രത്തിന് അയൺ ലോ ഓഫ് വേജസ് വെച്ചിട്ട്, സബ്സിസ്റ്റൻസ് വേജസ് വെച്ച് പോപ്പുലേഷൻ്റെ ഇതിലൂടെയും റിസർവ് ആർമിയെ നിലനിർത്തുന്നതിലൂടെയും അവർക്ക് കണ്ടെയ്ൻ ചെയ്യാവുന്നൊരു ത്രെട്ടായിട്ട് മാത്രമേ മുതലാളിത്ത മാർത്തിൽ തൊഴിലാളി വർഗത്തെ കണ്ടിരുന്നുള്ളൂ. അങ്ങനെയല്ല എന്നുള്ളതും ഒരു ബദൽ വ്യവസ്ഥ പോസിബിളാണ് എന്നുള്ളത്. സോഷ്യലിസം എന്ന് പറയുന്ന സ്വകാര്യ സ്വത്തില്ലാത്ത ഇതിൻ്റെയൊക്കെ കീ എന്താണ് മാഷ്? ഇപ്പം മാഷ് തന്നെ ഒരിക്കലും നിഷേധിക്കില്ലല്ലോ ഇതിൻ്റെ ഏറ്റവും കീ ആയിട്ടുള്ള കാതലായ വ്യത്യാസം എന്ന് പറയുന്നത് ഒന്ന് സ്വകാര്യ സ്വത്തിൽ അധിഷ്ഠിതമാണ്, മറ്റൊരു സ്വകാര്യ സ്വത്തിൽ അധിഷ്ഠിതമല്ല എന്നുള്ളതാണല്ലോ. അതിൻ്റെ സൈദ്ധാന്തികമായ അർത്ഥത്തിൽ ഇപ്പം യാതൊരു തരത്തിലുള്ള സ്വകാര്യ സ്വത്തും ഇല്ലേ എന്നുള്ള അർത്ഥത്തില്ല. കാരണം ആൾക്കാർ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്. ഇപ്പോൾ ആരെങ്കിലും സ്വന്തം ശമ്പളം ഉപയോഗിച്ച് ഒരു കാറ് വാങ്ങിച്ചാൽ മുതലാളിയാണോ എന്ന് ചോദിക്കുന്നല്ല. ഉൽപ്പാദന ഉപകരണങ്ങളുടെ ഉടമസ്ഥതയാണ് മൂലധനം, അല്ലാതെ നമ്മുടെ ഷർട്ടിൻ്റെയോ കാറിൻ്റെയോ പേനയുടെയോ ഉടമസ്ഥതയോ അല്ലല്ലോ മൂലധനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂലധനത്തിൻ്റെ മുകളിലുള്ള ഉടമസ്ഥതയാണ് ഉൽപ്പാദന ഉപകരണങ്ങളുടെ മുകളിലുള്ള മേധാവിത്വത്തിൽ സോവിയറ്റ് യൂണിയനിൽ വ്യത്യാസമുണ്ട്. ഇങ്ങനെ വ്യത്യാസപ്പെട്ട ഒരു സമൂഹം സാധ്യമാണ് എന്ന ഒരു ത്രെട്ട്, ഭീഷണി മുതലാളിത്തത്തിനുണ്ടാകുന്ന അതിൽ നിന്നാണ്. ആ അർത്ഥത്തിൽ ലെനിനിസം വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. സിസേക്ക് പറയുന്നത് 100% ശരിയാണ്. പക്ഷേ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മാർക്സ് സോവിയറ്റ് യൂണിയനുമായിട്ട് ബന്ധപ്പെടുന്നതും സോവിയറ്റ് യൂണിയനെ വങ്കാർഡ് ഓഫ് യൂറോപ്യൻ റവല്യൂഷൻ എന്ന് മാർക്സ് വിളിക്കുന്നതും ലെനിൻ രംഗത്ത് വരുന്നതിനും 2 പതിറ്റാണ്ട് മുമ്പാണ്. മൂലധനം ട്രാൻസ്ലേഷൻ വന്നല്ലോ റഷ്യ. മൂലധനത്തിന് ട്രാൻസ്ലേഷൻ വന്നപ്പോഴും പ്ലെഖനോവ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ റഷ്യൻ വിവർത്തനം അവതരിപ്പിച്ച് അതിന് മുഖവുര എഴുതിയത് മാർക്സാണ്. ആ മുഖവുരയിൽ മാർക്സ് വളരെ കൃത്യമായിട്ട് പറയുന്നത്, ഇപ്പോൾ പലരും പറയാറുണ്ട് ഇംഗ്ലണ്ടിൽ വിപ്ലവം നടക്കുമെന്ന് മാർക്സ് പറഞ്ഞു, ഇംഗ്ലണ്ടിൽ വിപ്ലവം നടക്കുമെന്ന്. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ട്. അങ്ങനെ എവിടെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, റഷ്യ ഈസ് ബിക്കമിങ് ദ വങ്കാർഡ് ഓഫ് യൂറോപ്യൻ റവല്യൂഷൻ എന്നാണ്, സോഷ്യലിസ്റ്റ് റവല്യൂഷൻ എന്നാണ്. ഇത് ലെനിൻ രംഗത്ത് വരുന്നതിന് മുമ്പും റഷ്യൻ വിപ്ലവം നടക്കുന്നതിന് 30 കൊല്ലം മുമ്പും ലെനിൻ രംഗത്ത് വരുന്നതിന് 20 കൊല്ലം മുമ്പും പുള്ളി അദ്ദേഹം പറഞ്ഞതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം 2 വഴികളാണ് റഷ്യയുടെ മുമ്പിൽ വെച്ചത് തന്നെ. അതിൽ ലെനിൻ സ്വീകരിച്ച ഒരു വഴി ഇപ്പം നമ്മൾ വിമർശനാത്മകമായിട്ട് അത് പറയേണ്ടതുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം സിസേക്ക് ആ ഒരു ഭാഗം അവഗണിച്ചുകൊണ്ടാണ് സിസേക്ക് ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് 2 മാർഗ്ഗങ്ങളാണ് റഷ്യക്ക് മുമ്പിലുള്ളത് എന്ന് സിസേക്ക് മാർക്സിൻ്റെ ലേറ്റർ സംഭവങ്ങളും അല്ലാതെ പരാമർശിക്കുന്നില്ല. അതുകൊണ്ടാണ് അത് മാത്രമല്ല ഈ 2 കാര്യങ്ങൾ മാർക്സ് പറഞ്ഞിരിക്കുന്നുള്ളത് പ്രസക്തിയുള്ളത്. ഈ പൊതുവെ വെസ്റ്റേൺ മാർക്സിസത്തിൽ ലെനിൻ പൂർണ്ണമായി ഉപേക്ഷിക്കപ്പെടേണ്ടതാണെന്നുള്ള ഒരു നെറേറ്റീവ് വ്യാപകമായിട്ടുണ്ടല്ലോ. അതിനുള്ള ഒരു മറുപടി കൂടിയായിട്ടാണ് ഈ പുസ്തകത്തെ തോന്നിയിട്ടുള്ളത്. മാത്രമല്ല ലെനിൻ വളരെ നിർണായകമായ സന്ദർഭങ്ങളിലൊക്കെ നടത്തിയിട്ടുള്ള വായന ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ലോകത്തിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെടേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. ഞാനത് സമകാലിക മലയാളത്തിലോ മറ്റോ അന്ന് തന്നെ റിവ്യൂവും ചെയ്തിരുന്നു ആ പുസ്തകം, സിസേക്കിൻ്റെ പുസ്തകം ഇറങ്ങിയ സമയത്ത്. പക്ഷെ അതിനകത്ത് എനിക്കുള്ള ഒരേ ഒരു കാര്യം, ഞാൻ മാഷിനെ ഇൻട്രപ്റ്റ് ചെയ്യല്ല, ഒരു ഇതൊന്നും കൂടി സൂചിപ്പിച്ചാൽ അത് കംപ്ലീറ്റ് ആകുമായിരുന്നുള്ളത് കൊണ്ട് ഞാൻ പറയാം. 2 മാർഗ്ഗങ്ങളാണ് മാർക്സ് സോവിയറ്റ് റവല്യൂഷനായിട്ട്, റഷ്യൻ റവല്യൂഷനായിട്ട് മുമ്പോട്ട് വെച്ചത്. ഒന്ന്, മുതലാളിത്തം വികസിച്ചിട്ട് തൊഴിലാളി വർഗ വിപ്ലവം നടത്തുക എന്നുള്ളൊരു സാധ്യത. ഈ സോവിയറ്റ് യൂണിയനിൽ അന്ന് പൊതു ഉടമസ്ഥതയിൽ ഈ മിർ എന്നൊക്കെ പറയുന്ന ഭൂമിയുണ്ട്. ഈ പൊതു ഉടമസ്ഥതയിലുള്ള ഭൂമി, കളക്റ്റീവ് ഫാമിംഗ് നടക്കുന്ന ഭൂമിയുണ്ട്, സ്വകാര്യ ഉടമസ്ഥതയിലുള്ളതുമുണ്ട്. അപ്പോൾ ഈ പൊതു ഉടമസ്ഥതയിലുള്ള ഈ ഭൂമിയെ സോഷ്യലിസ്റ്റ് ഉടമസ്ഥതയിലേക്ക് മാറ്റുക എന്നാണ് മാർക്സ് പറയുന്നത്. അത് ഉപയോഗിക്കുന്ന 2 വാക്കുകളാണ്, കോമൺ പ്രോപ്പർട്ടിയും സോഷ്യലിസ്റ്റ് ഉടമസ്ഥത ഓണർഷിപ്പും. കോമൺ ഓണർഷിപ്പും സോഷ്യലിസ്റ്റ് ഓണർഷിപ്പും. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു തിയറട്ടിക്കൽ ഡിഫറൻസ് ആണത്. അതായത് കോമൺ ഓണർഷിപ്പ് ആണെന്ന് പറഞ്ഞാൽ സോഷ്യലിസ്റ്റ് ആണെന്നില്ല. അപ്പോൾ ഈ കോമൺ ഓണർഷിപ്പിലുള്ള പ്രോപ്പർട്ടിയെ വിപ്ലവം ഇല്ലാതെ തന്നെ ആൾക്കാരുടെ മാനസാന്തരത്തിലൂടെ, ഇതുമായി ബന്ധപ്പെട്ട സാമൂഹിക വിപ്ലവത്തിലൂടെ, അതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണത്തിലൂടെ സോഷ്യലിസ്റ്റ് ഉടമസ്ഥതയിലേക്ക് മാറ്റിയാലും സോവിയറ്റ് യൂണിയന് ബെറ്റർ ആയിട്ടുള്ളൊരു സാമൂഹിക വിപ്ലവത്തിലേക്ക് കടക്കാൻ സാധിക്കുമെന്ന് മാർക്സ് വ്യക്തമായ ഭാഷയിൽ പറയുന്നുണ്ട്. ഇതൊരു ഭംഗിക്ക് പറയുന്നതല്ല, അദ്ദേഹം സൂചിപ്പിക്കുന്ന 2 വഴികളാണ്.
അപ്പോൾ ലെനിൻ്റെ ഇൻ്റർവെൻഷൻ വളരെ പ്രധാനമാണ്. പക്ഷേ ലെനിനും പിന്നെ ഇത് സംസാരിച്ച വേറെ സസൂലിവിച്ച് ആവട്ടെ, പ്ലഖനോവ് ആവട്ടെ, ലെനിൻ ആവട്ടെ, ആരും തന്നെ മാർസിൻ്റെ ഈ ഒരു വാദം സ്വീകരിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതായത് രണ്ട് വഴികളുണ്ട്. അതിലൊന്ന് പൊതു ഉടമസ്ഥതയിലുള്ള ഭൂമി സോഷ്യലിസ്റ്റ് ഉടമസ്ഥതയിലേക്ക് മാറ്റി അവയെ വിപ്ലവ കമ്മ്യൂണികളാക്കി മാറ്റുന്നതാണ് എന്ന ഒരു ഒരു വഴി വിപ്ലവത്തിനുള്ളൊരു വഴി മാർക്സ് പറഞ്ഞെങ്കിൽ പോലും ഇവരാരും അത് സ്വീകരിക്കുന്നില്ല. മറിച്ച് സോവിയറ്റ് യൂണിയനിൽ പാശ്ചാത്യ രാജ്യങ്ങളിലെ പോലെ തന്നെ തൊഴിലാളി വർഗം വളർന്നു വരുന്നുണ്ട്, മൂലധനവും ശക്തി പ്രാപിക്കുന്നുണ്ട് എന്ന് സ്ഥാപിക്കാനാണ് അവർ ശ്രമിച്ചത്. അത് എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം വിപ്ലവം നടക്കുന്നതിന് 30 വർഷം മുമ്പാണ് മാർക്സ് ഇത് പറയുന്നത്. അന്നത്തെ സാഹചര്യം വെച്ചിട്ടാണ് പറയുന്നത്. ലെനിൻ എഴുതുന്നത് അതിനുശേഷമാണ്. ഇവിടെ ഡെവലപ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലിസം ഇൻ റഷ്യ എന്ന് പറയുന്ന ലെനിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു പുസ്തകം. ഈ എംപിരിയോ ക്രിറ്റിസിസം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു കൃതിയാണ് ഈ ഡെവലപ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലിസം ഇൻ റഷ്യ. അവിടെ മുതലാളിത്തം വളർന്നു വരുന്നതിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം അതിനകത്ത് പറയുന്നത്. അത് ഒരു വഴി സ്വീകരിച്ചു ലെനിൻ എന്നുള്ളതും പിന്നീട് ആ വിപ്ലവം ഈ പാർട്ടി ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഇതൊന്നും സർവ്വസമ്മതമായിട്ടുള്ള കാര്യമായിട്ടല്ല. ഇപ്പോൾ റോസ ലക്സംബർഗിൻ്റെ കാര്യം സിസക്ക് സൂചിപ്പിക്കാറില്ല. ഇത് ഈ സെൻട്രലൈസ്ഡ് കമ്മ്യൂണിസത്തിൻ്റെ കാര്യം വന്നപ്പോൾ തന്നെ, പാർട്ടിയുടെ വന്നപ്പോൾ തന്നെ അതിൻ്റെ ആദ്യത്തെ ഫോർമാറ്റ് ലെനിൻ ഒരു കത്തായിട്ട് ലഘുലേഖയായിട്ട് പ്രസിദ്ധീകരിച്ചപ്പോൾ തന്നെ അത് ശരിയല്ല എന്ന് പറഞ്ഞ് റോസ ലക്സംബർഗ് മറുപടി എഴുതുന്നുണ്ട്. റോസ ലക്സംബർഗ് മാർക്സിസ്റ്റ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഈ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഡെമോക്രസി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മാർക്സിസ്റ്റ് വിരുദ്ധമായിട്ടുള്ള ഒന്നാണ് എന്ന് പറയുന്നത് റോസ ലക്സംബർഗാണ്. അത് കൃത്യമായി തന്നെ അത് നേരിട്ടുള്ള ഖണ്ഡനമാണ്, അല്ലാതെ ഒളിച്ചുമുള്ള പറച്ചിലൊന്നുമല്ല, നേരിട്ടുള്ള ഖണ്ഡനമാണ്. ഇത് ശരിയല്ല. ഇങ്ങനൊരു അത് അന്ന് ലെനിൻ നേതാവായി വരുന്നതേ ഉള്ളൂ. 1905 മറ്റോ ആണ് ഇത് സംഭവിക്കുന്നത്. ആ സമയത്ത് തന്നെ ഈ ടെൻഡൻസി തന്നെ തെറ്റാണ്, ഇത് മാർക്സമല്ല എന്ന് റോസ ലക്സംബർഗ് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ലെനിനെ മാത്രം കേന്ദ്രീകരിച്ചല്ല ഞാൻ പറഞ്ഞത് മാർക്സിൻ്റെ പ്രാധാന്യം നിലനിൽക്കുന്നത്. അദ്ദേഹത്തിന് തന്നെയും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു. ഇപ്പം രണ്ടാമത്തത്, ഈ സോവിയറ്റ് യൂണിയനിൽ അന്ന് പൊതു ഉടമസ്ഥതയിൽ ഈ മിർ എന്നൊക്കെ പറയുന്ന ഭൂമിയുണ്ട്. ഈ പൊതു ഉടമസ്ഥതയിലുള്ള ഭൂമി, കളക്റ്റീവ് ഫാമിംഗ് നടക്കുന്ന ഭൂമിയുണ്ട്, സ്വകാര്യ ഉടമസ്ഥതയിലുള്ളതുമുണ്ട്. അപ്പോൾ ഈ പൊതു ഉടമസ്ഥതയിലുള്ള ഈ ഭൂമിയെ സോഷ്യലിസ്റ്റ് ഉടമസ്ഥതയിലേക്ക് മാറ്റുക എന്നാണ് മാർക്സ് പറയുന്നത്. അത് ഉപയോഗിക്കുന്ന രണ്ട് വാക്കുകളാണ്, കോമൺ പ്രോപ്പർട്ടിയും സോഷ്യലിസ്റ്റ് ഉടമസ്ഥത ഓണർഷിപ്പും. കോമൺ ഓണർഷിപ്പും സോഷ്യലിസ്റ്റ് ഓണർഷിപ്പും. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു തിയറട്ടിക്കൽ ഡിഫറൻസ് ആണത്. അതായത് കോമൺ ഓണർഷിപ്പ് ആണെന്ന് പറഞ്ഞാൽ സോഷ്യലിസ്റ്റ് ആണെന്നില്ല. അപ്പോൾ ഈ കോമൺ ഓണർഷിപ്പിലുള്ള പ്രോപ്പർട്ടിയെ വിപ്ലവം ഇല്ലാതെ തന്നെ ആൾക്കാരുടെ മാനസാന്തരത്തിലൂടെ, ഇതുമായി ബന്ധപ്പെട്ട സാമൂഹിക വിപ്ലവത്തിലൂടെ, അതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണത്തിലൂടെ സോഷ്യലിസ്റ്റ് ഉടമസ്ഥതയിലേക്ക് മാറ്റിയാലും സോവിയറ്റ് യൂണിയന് ബെറ്റർ ആയിട്ടുള്ളൊരു സാമൂഹിക വിപ്ലവത്തിലേക്ക് കടക്കാൻ സാധിക്കുമെന്ന് മാർക്സ് വ്യക്തമായ ഭാഷയിൽ പറയുന്നുണ്ട്. ഇതൊരു ഭംഗിക്ക് പറയുന്നതല്ല, അദ്ദേഹം സൂചിപ്പിക്കുന്ന രണ്ട് വഴികളാണ്. അപ്പോൾ ലെനിൻ്റെ ഇൻ്റർവെൻഷൻ വളരെ പ്രധാനമാണ്. പക്ഷേ ലെനിനും പിന്നെ ഇത് സംസാരിച്ച വേറെ സസൂലിവിച്ച് ആവട്ടെ, പ്ലഖനോവ് ആവട്ടെ, ലെനിൻ ആവട്ടെ, ആരും തന്നെ മാർക്സിൻ്റെ ഈ ഒരു വാദം സ്വീകരിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതായത് രണ്ട് വഴികളുണ്ട്. അതിലൊന്ന് പൊതു ഉടമസ്ഥതയിലുള്ള ഭൂമി സോഷ്യലിസ്റ്റ് ഉടമസ്ഥതയിലേക്ക് മാറ്റി അവയെ വിപ്ലവ കമ്മ്യൂണികളാക്കി മാറ്റുന്നതാണ് എന്ന ഒരു വഴി വിപ്ലവത്തിനുള്ളൊരു വഴി മാർക്സ് പറഞ്ഞെങ്കിൽ പോലും ഇവരാരും അത് സ്വീകരിക്കുന്നില്ല. മറിച്ച് സോവിയറ്റ് യൂണിയനിൽ പാശ്ചാത്യ രാജ്യങ്ങളിലെ പോലെ തന്നെ തൊഴിലാളി വർഗം വളർന്നു വരുന്നുണ്ട്, മൂലധനവും ശക്തി പ്രാപിക്കുന്നുണ്ട് എന്ന് സ്ഥാപിക്കാനാണ് അവർ ശ്രമിച്ചത്. അത് എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം വിപ്ലവം നടക്കുന്നതിന് 30 വർഷം മുമ്പാണ് മാർക്സ് ഇത് പറയുന്നത്. അന്നത്തെ സാഹചര്യം വെച്ചിട്ടാണ് പറയുന്നത്. ലെനിൻ എഴുതുന്നത് അതിനുശേഷമാണ്. ഇവിടെ ഡെവലപ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലിസം ഇൻ റഷ്യ എന്ന് പറയുന്ന ലെനിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു പുസ്തകം. ഈ എംപിരിയോ ക്രിറ്റിസിസം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു കൃതിയാണ് ഈ ഡെവലപ്മെൻറ്റ് ഓഫ് ക്യാപിറ്റലിസം ഇൻ റഷ്യ. അവിടെ മുതലാളിത്തം വളർന്നു വരുന്നതിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം അതിനകത്ത് പറയുന്നത്. അത് ഒരു വഴി സ്വീകരിച്ചു ലെനിൻ എന്നുള്ളതും പിന്നീട് ആ വിപ്ലവം ഈ പാർട്ടി ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഇതൊന്നും സർവ്വസമ്മതമായിട്ടുള്ള കാര്യമായിട്ടല്ല. ഇപ്പോൾ റോസ ലക്സംബർഗിൻ്റെ കാര്യം സിസക്ക് സൂചിപ്പിക്കാറില്ല. ഇത് ഈ സെൻട്രലൈസ്ഡ് കമ്മ്യൂണിസത്തിൻ്റെ കാര്യം വന്നപ്പോൾ തന്നെ, പാർട്ടിയുടെ വന്നപ്പോൾ തന്നെ അതിൻ്റെ ആദ്യത്തെ ഫോർമാറ്റ് ലെനിൻ ഒരു കത്തായിട്ട് ലഘുലേഖയായിട്ട് പ്രസിദ്ധീകരിച്ചപ്പോൾ തന്നെ അത് ശരിയല്ല എന്ന് പറഞ്ഞ് റോസ ലക്സംബർഗ് മറുപടി എഴുതുന്നുണ്ട്. റോസ ലക്സംബർഗ് മാർക്സിസ്റ്റ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഈ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഡെമോക്രസി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മാർക്സിസ്റ്റ് വിരുദ്ധമായിട്ടുള്ള ഒന്നാണ് എന്ന് പറയുന്നത് റോസ ലക്സംബർഗാണ്.
അത് കൃത്യമായി തന്നെ അത് നേരിട്ടുള്ള ഖണ്ഡനമാണ്, അല്ലാതെ ഒളിച്ചുമുള്ള പറച്ചിലൊന്നുമല്ല, നേരിട്ടുള്ള ഖണ്ഡനമാണ്. ഇത് ശരിയല്ല. ഇങ്ങനൊരു അത് അന്ന് ലെനിൻ നേതാവായി വരുന്നതേ ഉള്ളൂ, 1905 മറ്റോ ആണ് ഇത് സംഭവിക്കുന്നത്. ആ സമയത്ത് തന്നെ ഈ ടെൻഡൻസി തന്നെ തെറ്റാണ്, ഇത് മാർക്സിസമല്ല എന്ന് റോസ ലക്സംബർഗ് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ലെനിനെ മാത്രം കേന്ദ്രീകരിച്ചല്ല ഞാൻ പറഞ്ഞത് മാർക്സിൻ്റെ പ്രാധാന്യം നിലനിൽക്കുന്നത്. അദ്ദേഹത്തിന് തന്നെയും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതാണ് മാഷ് നാലാമത് പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നതിൻ്റെ ഒരു കാര്യം. ഇന്നത്തെ ഈ ആഗോള സാഹചര്യത്തിൽ ചൈനയുടെ കാര്യമാണെങ്കിലും സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റിൻ്റെ തകർച്ചയാണെങ്കിലും ഇന്ന് നമ്മൾ നേരിടുന്ന ആഗോള ഭീഷണികളാണെങ്കിലും മൂലധനത്തിൻ്റെ കടന്നുകയറ്റങ്ങളാണെങ്കിലും ഒക്കെ തന്നെ ഈ ഒരു പുതിയ മാർക്സിസത്തിന് അതിനെ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ അയ്യാസ് മുഹമ്മദ് പറഞ്ഞ ഒരു കാര്യം മാഷ് സൂചിപ്പിക്കേണ്ടായി, വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ്. യഥാർത്ഥത്തിൽ തൊഴിലാളി വർഗത്തിന് ഈ ഫാക്ടറി ബേസ്ഡ് ആയിട്ടുള്ള തൊഴിലാളി വർഗമാണ് ഇല്ലാതാകുന്നത്. തൊഴിലാളി വർഗം ഇല്ലാതാവുന്നില്ല, തൊഴിലാളികളും ഇല്ലാതാവുന്നില്ല. ഒരു പുട്ടിംഗ് ഔട്ട് സിസ്റ്റം പോലെ ഒരു സമ്പ്രദായത്തിലേക്ക് മുതലാളിത്തം തൊഴിലാളികളെ തിരിച്ചു കൊണ്ടുപോയിരിക്കുകയാണ്. 8 മണിക്കൂർ ജോലി ചെയ്യേണ്ടതിന് പകരം എല്ലാവരും 14 മണിക്കൂറും 16 മണിക്കൂറും ജോലി ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മാർക്സ് കണ്ടത് പ്രധാനമായിട്ടും ഈ വർക്കിംഗ് ടൈം കുറയ്ക്കുന്നതിലാണ് സ്വാതന്ത്ര്യത്തിൻ്റെ മുന്നുപാധി എന്നാണ് പറഞ്ഞത്. ഒരു ക്യാപിറ്റലിൽ തന്നെ മാർക്സ് പറയുന്ന ഒരു വാചകമാണ്, സ്വാതന്ത്ര്യത്തിൻ്റെ മുന്നുപാധി എന്ന് പറയുന്നത് ജോലി സമയം കുറയ്ക്കലാണ് എന്നാണ്. 8 മണിക്കൂർ ജോലി എന്നുള്ളത് സ്വാതന്ത്ര്യത്തിൻ്റെ മുന്നുപാധിയാണെന്നാണ്. അപ്പോൾ ആ സ്വാതന്ത്ര്യം, ആ മുന്നുപാധിയായിട്ടുള്ള കാര്യം പോലും നമ്മൾ മുതലാളിത്തത്തിന് കൺസീഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ ആദ്യം തൊട്ടേ തന്നെ മാഷ് സൂചിപ്പിക്കുന്ന സങ്കീർണതകൾ, ഒരു പ്രാക്സിസിനുള്ള പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. ആ പ്രാക്സിസിനുള്ള പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ മാത്രം കരുത്ത് ഈ പുതിയ മാർക്സിസവും ആർജിച്ചിട്ടില്ല. ആ അർത്ഥത്തിൽ പഴയ മാർക്സിസത്തിന് അത് കഴിയുമെന്നാണ് മൂന്നാം ലോക രാജ്യങ്ങളിലൊക്കെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, അല്ലെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ തന്നെ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ആ വിശ്വാസം തന്നെയും മുമ്പോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ള ഒരു വിശ്വാസമാണ്. ഇപ്പോൾ ലോകത്ത് എവിടെയെങ്കിലുമൊക്കെ ജനാധിപത്യ വിജയങ്ങൾ ഉണ്ടായാൽ അത് ആഘോഷിക്കേണ്ട വിജയങ്ങളാണ് ആ അർത്ഥത്തിൽ. കാരണം ആ ജനാധിപത്യ വിജയങ്ങളും കൂടി ചേരുന്നതാണ് ഭാവിയിലെ ഒരു മാർക്സിസ്റ്റ് പ്രാക്ടീസിൻ്റെ തന്നെ അടിസ്ഥാനമാകുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഇപ്പോഴത്തെ ലോകത്തിൻ്റെ അവസ്ഥയ്ക്കുള്ള ഉത്തരം മാർക്സിസത്തിൽ ഇല്ല. മുമ്പുണ്ടായിരുന്ന ഒരു ഉത്തരം എന്താണ്? മുമ്പുണ്ടായിരുന്ന ഉത്തരമാണ് എന്ന് പലരും ധരിച്ചതാണ്, അതായത് തൊഴിലാളി വർഗ വിപ്ലവം എന്ന് പറയുന്ന ഒരു ഉത്തരമാണ് എന്നുള്ളത്. പക്ഷെ നമ്മൾ കണ്ട ലോക ചരിത്രത്തിൽ ആ ഉത്തരം കൊണ്ട് മാത്രം മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കാൻ പറ്റില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. ഒന്നാം കോൺട്രാഡിക്ഷൻ, മൂലധനത്തിൻ്റെ ഒന്നാമത്തെ കോൺട്രാഡിക്ഷൻ്റെ പരിഹാരം തന്നെയും സാധ്യമാകാത്ത രീതിയിൽ പ്രോഫിറ്റ് ഡിക്ലൈൻ എന്ന് പറയുന്നതിനെ പോലും മുതലാളിത്തം അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, സാങ്കേതിക വിദ്യകൾ കൊണ്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ ആർഗ്യുമെൻറ്റ് വളരെ ശരിയാണ്. അതൊരു വിഭാഗം ആക്ച്വലി മാർക്സിസത്തിനെതിരെ ഉള്ളൊരു ഒരു വിമർശനമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. കാരണം മുതലാളിത്തത്തിന് ഈ 2 ക്രൈസിസും ഒരു പ്രശ്നമല്ല. 2 ക്രൈസിസിനും അവരുടെ ഉത്തരം എന്താണ്? സാങ്കേതിക വിദ്യയാണ്. 2 ക്രൈസിസിനും അവരുടെ ഉത്തരം സാങ്കേതിക വിദ്യയാണ് എന്നുള്ളത്. അതിന് സങ്കീർണതകളാണ്. ഈ സാങ്കേതിക വിദ്യയായിട്ട് ഇപ്പോൾ ഒരു പോസ്റ്റ്ഹ്യൂമൻ ലോകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴത്തേക്കും, നിർമ്മിത ബുദ്ധിയുടെ ഒരു ലോകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴത്തേക്കും ഈ പ്രതിസന്ധികളെല്ലാം തന്നെ മാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രൂക്ഷമാകുന്നുണ്ട്. അതിന് നമുക്ക് സമഗ്രമായൊരു ഉത്തരം നൽകാനുള്ള ഒരു സൈദ്ധാന്തിക സജ്ജീകരണം ഈ പുതിയ മാർക്സിസത്തിനും ഉണ്ട് എന്ന് ഞാനും വിശ്വസിക്കുന്നില്ല. പക്ഷേ അതിൽ ചില ഇൻസൈറ്റ്സ് ഉണ്ട്. ആ ഇൻസൈറ്റ്സിനെ പാടെ ഉപേക്ഷിക്കുന്ന ഒരു സമീപനം ശരിയല്ല എന്നതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അതെ, അവിടെ ഇപ്പോൾ ഈ സാങ്കേതിക വിദ്യയാണെന്ന് പറയുമ്പോൾ സാങ്കേതിക വിദ്യ അല്ല എന്നുള്ളത് വളരെ എവിഡൻ്റ് ആണ്. ഈ കൊറിയൻ ചിന്തകനായിട്ടുള്ള ഈ ചുൽഹാൻ ബയോങ് ഒക്കെ ഈ എരിഞ്ഞു തീരുന്ന അധ്വാന ശക്തി എന്നുള്ള രീതിയിലാണ് പുതിയ തൊഴിലാളി വർഗത്തെ അല്ലെങ്കിൽ തൊഴിൽ ശക്തിയെ കാണുന്നത്. കാരണം നമ്മൾ നേരത്തെ 8 മണിക്കൂർ ജോലി എന്നുള്ളത് ഇപ്പം ഈ എത്രയെങ്കിലും ജോലി ചെയ്യുക, അപ്പം ഒരു പ്രതിരോധം ഇല്ലാതെ, പ്രത്യേകിച്ച് പുതിയ ടെക്കീസിൻ്റെ ഒക്കെ കാര്യത്തിൽ സംഭവിക്കുന്നത് ഇപ്പോൾ AI കൂടി വരുന്നതോടുകൂടി അത് കൂടുതൽ സങ്കീർണമാവുകയാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു അച്ചീവ്മെൻറ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഉണ്ടല്ലോ, കൂടുതൽ ജോലി ചെയ്യുക, കൂടുതൽ നേട്ടമുണ്ടാക്കുക, കൂടുതൽ വലുത്, കൂടുതൽ ഏണിങ്, ഈ രീതിയിലേക്ക് ഈ മനുഷ്യ മനസ്സിനെ തന്നെ ഐഡിയോളജിക്കലിയും പ്രാഗ്മാറ്റിക്കലിയും കൺവെർട്ട് ചെയ്തെടുക്കുന്ന ഒരു പ്രക്രിയ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇതിനെ അതിജീവിക്കണമെങ്കിൽ വലിയ രീതിയിലുള്ള സൈദ്ധാന്തികവും
പ്രായോഗികമായിട്ടുള്ളൊരു മുന്നൊരുക്കം വേണ്ടി വരും വാസ്തവത്തിൽ. അപ്പോൾ ആ ഒരു സംഭവം ഉരുത്തിരിഞ്ഞുവിടാന്നില്ല. അല്ല, ഞാൻ എനിക്ക് തോന്നുന്നത് ഇപ്പോഴുള്ള ഈ പരിസ്ഥിതിവാദം അല്ലെങ്കിൽ ഈ ശ്രീപക്ഷ ചിന്തകൾ, ഇതൊക്കെ അതിൻ്റേതായ റോളുണ്ട്. എന്ത് പറഞ്ഞാലും അതിന് പുതിയൊരു ഇടം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഇൻ്റർവെൻഷൻ്റെ റിസൾട്ടും ഉണ്ട്, കോൺസിക്വൻസും ഉണ്ടല്ലോ, ഒന്നുമില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതുകൊണ്ടൊന്നും നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന കോർപ്പറേറ്റുകളുടെ, ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേൾഡിൽ ഈ കോർപ്പറേറ്റുകൾ ഏറ്റവും കൂടുതൽ ഫണ്ട് അതിൻ്റെ കോടം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാറ്റിവെക്കുന്ന AI ഇതാണ്. അപ്പോൾ ഈ നിർമ്മിത ബുദ്ധി എന്നൊക്കെ പറയുന്നത് നമ്മളിപ്പോൾ വിചാരിക്കുന്നിടത്തിൽ പോലും ചിലപ്പോൾ നിൽക്കണമെന്നില്ല. ഇപ്പോൾ വളരെ ദ്രുതഗതിയിൽ തന്നെ കാര്യങ്ങൾ മാറുകയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം വെറുതെ ഈ സ്നേഹം എന്നുള്ളത് നമ്മളെ നിഘണ്ടുവൊക്കെ നോക്കി, ഇപ്പോൾ ശ്രീകണ്ഠേശ്വരി അങ്ങനെ മലയാളത്തിലുള്ളത്. പക്ഷെ അതിനേക്കാൾ നല്ല ഡെഫിനിഷനാണ് മലയാളത്തിൽ നമുക്ക് ചാറ്റ് GPT അടിച്ചാൽ വരുന്നത്. അപ്പോൾ എത്ര പെട്ടെന്നാണ് ഈ സാധനത്തിൻ്റെ ഒരു വ്യാപനം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഹ്യൂമൻ ലേബറിന് അത് എഫക്റ്റീവ് എന്ന് ഉറപ്പാണല്ലോ. അതെ, മനുഷ്യാധ്വാനത്തെ മറ്റൊരു രീതിയിലേക്ക്, ഇപ്പോൾ മനുഷ്യരില്ലാതെ ട്രക്കുകൾ വരെ പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് ഈവൻ ചൈനയിൽ. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മളിപ്പോൾ വലിയൊരു കറ്റാസ്ട്രോഫിക്കായ ഒരു സാഹചര്യത്തിൻ്റെ മുമ്പിലാണല്ലോ ശരിക്കും ചിന്തിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ആ രീതിയിൽ ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയും നിലനിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പ്രതിസന്ധിയെ മറികടന്ന് തന്നെ മുന്നോട്ട് പോകണം. അതിന് നേരത്തെ ശ്രീകുമാർ പറഞ്ഞതുപോലെ മാർക്സിൻ്റെ സാധ്യതകൾ ഒരിക്കൽ കൂടി, പ്രത്യേകിച്ച് നമുക്കെപ്പോഴും ഈ മനുഷ്യചരിത്രത്തിലെന്നും ഈ നേരത്തെയുള്ളൊരു ഹിസ്റ്ററിയുടെ ഒരു തുടർച്ചയാണ്. ഇപ്പോൾ ഇന്ത്യയിലിപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും കാര്യങ്ങൾ ഡെവലപ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് അത് തെറ്റായ രീതിയിലായാൽ പോലും ഇപ്പോൾ ഒരു ഫാൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിനും ഒരു ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ഇംപ്ലൈ ചെയ്യാൻ പറ്റുമല്ലോ. അതുപോലെ ഏത് തെറ്റിൽ നിന്നായാലും അതിനൊരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. അപ്പോൾ അതുപോലെ നോക്കുമ്പോൾ ലോകത്തൊരു മുതലാളിത്ത വിരുദ്ധ സാധ്യത മാർക്സിൽ നിന്ന് തന്നെയാണ് ഉണ്ടാവേണ്ടത്, ഉണ്ടാവാനും സാധ്യത. പക്ഷെ അത് ഇതിൽ നിന്ന് ഈ തിയററ്റിക്കലായിട്ടുള്ള ഇൻ്റർവെൻഷനിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അത്തരത്തിലുള്ളൊരു ബുദ്ധിജീവി വിഭാഗമോ അല്ലെങ്കിൽ അത്തരത്തിൽ ആഗോളതലത്തിൽ തന്നെയുള്ള ഒരു സന്നാഹമോ വാസ്തവത്തിൽ രൂപപ്പെടുത്താനുള്ള, ഇപ്പം കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിനെ പറ്റിയൊന്നും ഇനി ആലോചിച്ചിട്ട് കാര്യമില്ല. പക്ഷെ പുതിയ രീതിയിൽ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് വാസ്തവത്തിൽ ഉണ്ടായി വരും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. പക്ഷെ അതിൽ കവിഞ്ഞ് ഇമ്മീഡിയറ്റായിട്ട് അങ്ങനെ എനിക്ക് ചിന്തിക്കുമ്പോൾ അങ്ങനെ ഇതിനേക്കാൾ മോശമായ സാഹചര്യത്തിൽ വിപ്ലവം വന്നെന്നുള്ളൊരു ചോദ്യം നമ്മളെടുത്തുണ്ട്. ലോകം നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ വക്കിലെത്തുന്ന ആ സമയത്താണല്ലോ. അപ്പം ഇതിനേക്കാൾ എത്രയോ മോശമാണ്. ആ സാഹചര്യത്തിൽ വലിയ പ്രതിരോധം ഉണ്ടായി വരികയും സാധാരണ ഒരു ഭരണകൂടവും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ പരിണമിക്കുകയും ചെയ്തെങ്കിൽ തീർച്ചയായും സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ പുതിയ വായനയും ഈ പുതിയ വായനയിലൂടെ ഈ കാലമത്രയും ഇരുട്ടിൽ നിന്നിട്ടുള്ള മാർക്സിൻ്റെ നൈതിക ചിന്തകളും അതുപോലെ തന്നെ നരവംശാസ്ത്ര ചിന്തകളുമൊക്കെ ഒരിക്കൽ കൂടി നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു വായനയിലേക്ക് കൊണ്ടുവരികയും പ്രത്യേകിച്ച് ഈ രീതിയിൽ സമൂഹം മാറണമെന്നും ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് സൊസൈറ്റി ഉണ്ടാവണമെന്നും ആലോചിക്കുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിട്ടുള്ളൊരു ദൗത്യം തന്നെയാണ്. അപ്പോൾ അത് തീർച്ചയായും അതിൽ തന്നെ പ്രതീക്ഷയുള്ളൂ. അതായത് മാഷ് സൂചിപ്പിച്ചില്ലേ, കൊറിയൻ അമേരിക്കൻ ചിന്തകൻ ബാങ്യോയുടെ കാര്യം പറഞ്ഞല്ലോ. അദ്ദേഹത്തിൻ്റെ ചെറിയ ചെറിയ പുസ്തകങ്ങളാണ്, ചെറിയ പുസ്തകങ്ങളാണെങ്കിലും ആ പുസ്തകത്തിൽ ലീഫ്ലെറ്റ് പോലെയാണ് തോന്നുള്ളൂ നമുക്ക്. എങ്കിൽ പോലും വളരെ കാതലായ ചില ഒബ്സർവേഷൻസ് ആണ് അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബേണിംഗ് ഔട്ട് പോലെയുള്ള കാര്യങ്ങൾ അദ്ദേഹം കൊണ്ടുവരുന്നത്. ബേൺ ഔട്ട് സൊസൈറ്റി നമുക്ക് ഫീൽ ചെയ്യാണ്. കാരണം ഞാൻ കുറച്ച് കാലം ബാംഗ്ലൂരൊക്കെ ഉണ്ടായതുകൊണ്ട് അവിടെയൊക്കെ ഇപ്പം നമ്മുടെ വീട്ടിൽ ഉൾപ്പെടെ ഈ മണ്ഡലത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആക്ച്വലി ദേ ആർ ബേണിങ് ദൈനംദിനം കാണുകയാണ്. അപ്പോൾ ഈ ബുക്ക് കൂടി വായിക്കുമോ? അപ്പം അങ്ങനെയല്ലോ, റിയാലിറ്റി എപ്പോഴും റിയാലിറ്റിയാണ്. പക്ഷേ എന്നിട്ടും അവർക്ക് അതിനെ പ്രതിരോധിക്കാനും പലപ്പോഴും പറ്റുന്നില്ല. അതുപോലെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന സൈക്കോസിസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളും നമുക്ക് ഡെവലപ്ഡ് കൺട്രീസിലും ഉണ്ട്. പിന്നെ നമ്മുടെ രാജ്യത്ത് തന്നെയാലും ഇപ്പോൾ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനത്തിലും കൗൺസിലിംഗ് എന്നുള്ള ഒരു ശാഖ പ്രത്യേകം വരികയാണല്ലോ. അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ അതിവേഗം പോകുന്നത്. ഈ സൈക്കോസിസ് എന്നുള്ളത് മാറ്റി അതിനൊരു
ട്രാൻസ്ഫോർമേറ്റീവ് ഫോഴ്സായി, അതാണ് ഞാൻ കർത്തൃത്വം കൊണ്ട് ഉദ്ദേശിച്ചത്. ആ രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ ഒരുപക്ഷെ സമയം എടുക്കുമായിരിക്കും, പക്ഷെ എന്നാലും അതിൽ ഈ ബേൺഔട്ട് സൊസൈറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് പോലും, അദ്ദേഹം കൊണ്ടുവരുന്ന ഈ കോൺസെപ്റ്റ് പോലും യഥാർത്ഥത്തിൽ മാർസിൻ്റെ ഈ മെറ്റബോളിക് റിഫ്റ്റുമായിട്ടും ബന്ധപ്പെട്ടതാണ്. മാർസിനെ തള്ളിക്കളയുന്ന ഒരാളല്ലല്ലോ അദ്ദേഹം, മാർസിനെ അംഗീകരിക്കുന്ന ഒരാൾ തന്നെയാണ് അദ്ദേഹം. അതിൽ നിന്ന് എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നുള്ളത് സങ്കീർണമായിട്ടുള്ളൊരു പ്രശ്നം തന്നെയാണ്. അതിനുള്ള എന്താ പറയുക, കൃത്യമായ വഴികൾ സൈദ്ധാന്തികമായിട്ടാണെങ്കിലും ശരി, പ്രായോഗികമായിട്ടാണെങ്കിലും അതിനുള്ള കൃത്യമായിട്ടുള്ള വഴികൾ മുൻപിലില്ല. പക്ഷെ നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ടുള്ള തൊഴിൽ സാധ്യതകളെക്കുറിച്ച് മാഷ് പറഞ്ഞു, അത് കൂടി ഇതിനോട് സൂചിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇപ്പോൾ ഈ ഫോർത്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്, 4ാം വ്യാവസായിക വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത്. ഈ 4ാം വ്യാവസായിക വിപ്ലവത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ വ്യാകുലപ്പെടുന്നത് തൊഴിലാളി വർഗത്തേക്കാൾ കൂടുതൽ മുതലാളികൾ തന്നെ, മൂലധനം തന്നെയാണ്. കാരണം മൂലധനം ഇനി എങ്ങോട്ട് എന്നുള്ളൊരു ചോദ്യത്തിന് മുൻപിലാണ് യഥാർത്ഥത്തിൽ പകച്ച് നിൽക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് ലേബർ സേവിങ് ആണ്, ലേബർ കുറയ്ക്കുക എന്നുള്ളതാണ്. ലേബർ കുറയ്ക്കുക എന്നുള്ളതാണ് മുതലാളിത്തം എല്ലാ കാലത്തും ചെയ്തിട്ടുള്ളത്. പുതിയ സാങ്കേതികവിദ്യ എപ്പോഴും അതിന് വേണ്ടിയിട്ടാണ്, മെഷീനുകൾ വരുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ നിർമ്മിത ബുദ്ധി വന്നിരിക്കുന്നത് അതിനാണ്, ChatGPT വന്നിരിക്കുന്നത് അതിന് വേണ്ടിയാണ്. മനുഷ്യാധ്വാനം കുറയ്ക്കുക എന്നുള്ളതാണ്. മനുഷ്യാധ്വാനം കുറയ്ക്കാൻ നമ്മൾ പറയുമ്പോൾ നമ്മളതിനെ ഒരു റൊമാൻറ്റിക്കായിട്ട് കാണുന്നുണ്ട്. പക്ഷെ മൂലധനം കാണുന്നത് കൂലി കൊടുക്കേണ്ട മനുഷ്യാധ്വാനം കുറയ്ക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ വിട്ടുപോകുന്നുണ്ട്. നമ്മൾ ഈ മനുഷ്യാധ്വാനം കുറയ്ക്കുക എന്നുള്ള ഒരു റൊമാൻറ്റിസൈസേഷൻ്റെ ഭാഗമായിട്ട് എന്താണ് കുറയുന്നത് എന്നുള്ളതിൻ്റെ ഭൗതികാടിസ്ഥാനം വിട്ടുപോകുന്നുണ്ട്. അതിൻ്റെ ഭൗതികാടിസ്ഥാനം ഇതാണ്, കൂലി കൊടുത്ത് ചെയ്യുന്ന അധ്വാനം കുറയ്ക്കുക എന്നുള്ളതാണ് ഓരോ സാങ്കേതിക വിദ്യയും ചെയ്യുന്നത്. പക്ഷെ ഇതിന് മുൻപ് അങ്ങനത്തെ സാങ്കേതിക വിദ്യകൾ ഉണ്ടായിട്ടുള്ളപ്പോൾ പുതിയ സാങ്കേതിക വിദ്യ കുറച്ച് ജോബ്സ് സൃഷ്ടിച്ചിരുന്നു. അങ്ങനെയാണ് ഇത്രയും കാലം മുതലാളിത്തം മുമ്പോട്ട് പോയിരുന്നതും ലാഭനിരക്കിന്റെ പ്രശ്നം അഡ്രസ്സ് ചെയ്തിരുന്നത്. ആ ഒരു നെറേറ്റീവിലാണല്ലോ യഥാർത്ഥത്തിൽ ഈ തൊഴിലാളി വർഗം എന്നുള്ള ഇതിനെ ചോദ്യം ചെയ്യാൻ പോലും വലിയൊരു പ്രവണത ഉണ്ടായി. അതെ. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഓരോ പുതിയ ലേബർ സേവിങ് ടെക്നോളജിയും കൂടുതൽ ലേബർ സേവിങ് ടെക്നോളജിയിൽ അധ്വാനത്തെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതുതായിട്ടൊരു അധ്വാനവും സൃഷ്ടിക്കപ്പെടുന്നില്ല, ആവശ്യമായി വരില്ല, തൊഴിൽ സാധ്യത സൃഷ്ടിക്കപ്പെടുന്നില്ല. അത് വലിയ അസമത്വങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഇപ്പോൾ ഇനീക്വാളിറ്റിയെ പറ്റിയിട്ട് ലോകത്തിൽ മുതലാളിത്ത വൃത്തങ്ങളിൽ ചർച്ച നടക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഇനീക്വാളിറ്റിയെ പറ്റി ചർച്ച ചെയ്യുന്നത് ആരാണ്? മൂലധനമാണ്, അല്ല തൊഴിലാളി വർഗ പാർട്ടികളോ ട്രേഡ് യൂണിയനുകളോ അല്ല. കാരണം ഇത് അവരെയാണ് ഒരു പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. രണ്ട് രീതി അവിടേക്കാണ് ഈ പുതിയ മാർക്സിസത്തിൻ്റെ പ്രസക്തി കൂടുതലായിട്ട് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അഡ്രസ്സ് ചെയ്യുന്നതിൽ ഉദാഹരണത്തിന് ഇത് പർച്ചേസിങ് പവർ വളരെ കുറയ്ക്കുന്നുണ്ട്. ഇങ്ങനെ പർച്ചേസിങ് പവർ കുറച്ച് കഴിയുമ്പോഴത്തേക്കും മാർക്സ് ആദ്യം പറഞ്ഞ പ്രശ്നം, അതായത് ഇത് മാർക്കറ്റിൽ ഉൽപ്പന്നം വിറ്റ് റിയലൈസ് ചെയ്തെങ്കിലല്ലേ ലാഭം ഉണ്ടാവുകയുള്ളൂ, അത് റിയലൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതെന്തുകൊണ്ട്? അതിൻ്റെ പ്രത്യാഘാതമാണ് ഈ റിലേറ്റീവ് ഓവർ പ്രൊഡക്ഷൻ, ആപേക്ഷിക അമിതോൽപാദനം എന്ന് പറയുന്നത്. ആ ആപേക്ഷിക അമിതോൽപാദനം ഉണ്ടാവുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിഹ്നം എന്താണ്, അടയാളം എന്താണ്? കഴിഞ്ഞ 25 കൊല്ലത്തിനിടയിൽ 5 പ്രധാനപ്പെട്ട സാമ്പത്തിക കുഴപ്പങ്ങളുണ്ടായി. സാമ്പത്തിക കുഴപ്പമുണ്ടാകുന്ന റിലേറ്റീവ് ഓവർ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ട്രേഡ് സൈക്കിളും ആയിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ സമ്പദ്ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടും മാർക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം. ഇത് 5 തവണ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റെക്കറൻസിൻ്റെ പീരിയോഡിസിറ്റി കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്, ഇൻ്റർവെൽസ് കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതും എങ്ങനെ മൂലധനം നാളെ കൈകാര്യം ചെയ്യുന്നുള്ള പ്രശ്നം ഒരു മാർക്സിസ്റ്റ് പരിപ്രേക്ഷ്യത്തിലേ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിപ്പോൾ നമ്മൾ സിസെക്കിനെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ. ഈ ഒരു പ്രശ്നം 2009 ഉണ്ടായപ്പോൾ അത് കുറച്ചൊക്കെ ഒരു മാർക്സിയൻ ടേംസിൽ ആദ്യമായിട്ട് സമഗ്രമായിട്ട് അഡ്രസ്സ് ചെയ്തയാളും സിസെക്ക് തന്നെയാണ്. സിസെക്കിൻ്റെ പുസ്തകമാണ് 2009 ഡിപ്രഷനെ പറ്റിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമായിട്ട് വന്നത്. അദ്ദേഹമാണ് മാർക്സിനെ റിവൈവ് ചെയ്ത് പങ്കെടുക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഉണ്ട്. ആ സാധ്യതയിൽ മാർക്സിസം ഒബ്ലിറ്ററേറ്റ് ചെയ്യും. ഞാനത് മാർക്സിസമാണ് ഇതിനെല്ലാത്തിനും ഉത്തരം എന്നുള്ള രീതിയിലല്ല ഈ പുസ്തകം എഴുതിയതാവട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചർച്ച വികസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതാവട്ടെ. പക്ഷെ മാർക്സിസം അങ്ങനെ ഒരു ഒബ്ലിറ്ററേറ്റ് ചെയ്ത് കളയേണ്ട അപ്പോൾ ഒരു ചിന്താ പദ്ധതിയല്ല. അതായത് ആധുനിക മനുഷ്യനുമായി ബന്ധമില്ലാത്ത, ആധുനിക മനുഷ്യന് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത എന്തോ ഒരു റെലിക്കാണ് മാർക്സിസം എന്ന രീതിയിലുള്ള ഒരു ഡിസ്കോഴ്സിനെ മാത്രമേ ഞാൻ പ്രശ്നഭരിതമായിട്ടുള്ളൊരു ഡിസ്കോഴ്സായിട്ട് കാണുന്നുള്ളൂ. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. നമ്മുടെ ഈ മാറുന്ന ലോകത്തിൻ്റെ
കാലാവസ്ഥകൾക്ക് അനുസൃതമായി നമ്മൾ എങ്ങനെ ചിന്തിക്കണം എന്നുള്ളതിൻ്റെ ഒരു രീതിശാസ്ത്രത്തിൻ്റെ ഒരു ബീജം അതെ തീർച്ചയായിട്ടും മാർസത്തിലുണ്ട്. അത് കൂടുതലായിട്ട് ഇപ്പോൾ വരുന്നത് അദ്ദേഹത്തിൻ്റെ ഈ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സമ്പദ്ശാസ്ത്ര കൃതികളിലുണ്ട്. അത് കൂടാതെ അദ്ദേഹം പിൽക്കാലത്ത് എഴുതിയ കുറിപ്പുകളിലും ഇൻസൈറ്റ്സിലും ഉണ്ട് എന്നുള്ളതാണ് മുന്നോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഹൈപ്പോത്തിസിസ്. അല്ല, അത് പ്രധാനമാണ്. ആ ലിങ്ക് കൂടി വരുമ്പോഴല്ലോ. അതെ, എന്തായാലും നമ്മൾ സംവാദം ഇനിയും തുടരാം. ഇതൊന്നും അവസാനിപ്പിക്കേണ്ട ഒരു കാര്യം. അടുത്തൊരു സന്ദർഭത്തിൽ തീർച്ചയായിട്ടും കൂടുതൽ. അതെ, പ്രത്യേകിച്ച് നമ്മൾ അവസാനം പറഞ്ഞ കൊറിയൻ അമേരിക്കൻ ചിന്തകന്റെ കൃതികളും ഒക്കെ കൂടുതൽ ആഴത്തിലിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് പറഞ്ഞ പോലെ ഒരു പാംഫ്ലെറ്റായി തോന്നുമെങ്കിലും അതെ 2-3 പുസ്തകങ്ങൾ എനിക്ക് ഉണ്ടല്ലോ നമ്മൾ പെട്ടെന്ന്. കാരണം റിയാലിറ്റി അഡ്രസ്സ് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ചെറിയൊരു പുസ്തകമല്ലേ, അതെ, പക്ഷെ ചെറുതാണെങ്കിലും അത് അന്നത്തെ ഒരു വലിയ എന്താ പറയുക ഒരു ലോകവീക്ഷണം തന്നെ അതിലുണ്ടല്ലോ. അത് ഈ ബേൺഔട്ട് സൊസൈറ്റി വായിച്ചതിന് ശേഷം ഞാൻ വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ബാക്കി കൃതികളും കൂടി സംഘടിപ്പിച്ച് വായിക്കായിരുന്നു. കാരണം അത്രയും പ്രസക്തമാണെന്ന് തോന്നിയത് കൊണ്ട്. വെറുതെ ബ്ലഫീന്നല്ലോ. അല്ല 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 വളരെ പ്രസക്തമായിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് നമ്മൾ ഈ സംവാദങ്ങൾ ഉണ്ടാവുകയും സമൂഹത്തിൽ ഉണ്ടാക്കുകയും ചെയ്തിട്ടാണല്ലോ പബ്ലിക് സ്പിയർ നേരത്തെ തന്നെ കുറച്ച് ഇവോൾവ് ചെയ്ത് വന്നത്. അപ്പോൾ ആ ഒരു സംഭവം പ്രത്യേകിച്ച് നമ്മൾ ഈ വല്ലാതെ പിന്നോട്ടേക്ക് പോകുന്നൊരവസ്ഥയാണല്ലോ ഇന്ത്യയിൽ തന്നെ ലോകത്തുള്ളത്. അപ്പോൾ ആ ഒരു പിന്മടക്കത്തിൽ നിന്ന് ഈ തിരിച്ചു പിടിക്കാൻ അതൊരു അനിവാര്യതയാണ്. അപ്പോൾ അതിന് ഇതുപോലുള്ള രചനകളും മലയാളത്തിൽ ധാരാളമായിട്ട് വരണം. ഇപ്പോൾ ഇംഗ്ലീഷിൽ വായിക്കുന്ന ആളുകൾക്ക് മിക്കവാറും എല്ലാം ലഭ്യമായിരിക്കും. പക്ഷെ അത് കൊണ്ട് മാത്രം വരേണ്ടതുണ്ട്, എല്ലാ സൊസൈറ്റിയിലും വരണം. മലയാളത്തിൽ ഇപ്പം നേരത്തെ റഷ്യയിലേ പറഞ്ഞല്ലോ, റഷ്യൻ ട്രാൻസ്ലേഷൻ വന്നപ്പോൾ മാർക്സ് തന്നെ വല്ലാതെ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം അത് നൽകുന്ന ഒരു മെസ്സേജ് ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ നമ്മൾ മലയാളത്തിൽ ഈ സംഭവങ്ങളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരികയും അതുമായി ബന്ധപ്പെട്ടുള്ള കൃതികൾ വരികയും ഒക്കെ ചെയ്യാന്നുള്ളത് ഇന്നത്തെ ഒരു കാലത്ത് ചെയ്യാവുന്നതും നിങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടയും ദൗത്യമാണത്. എന്തായാലും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. വളരെ സന്തോഷം കുറച്ചു നേരം ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ സാധിച്ചതിൽ.